Hello and welcome to the world of Hindi grammar. Let's join hands and crack Hindi grammar. I will try to make it as simple as it can be. जो श्रोतागण मात्र हिंदी जानते हों कृपया क्षमा करें। व्याकरण से संबंधित हमारे ये जो वीडियोस हैं इनमें ज़्यादा से ज़्यादा मलयालम और इंग्लिश में एक्सप्लेन किया जाएगा ताकि हम आपकी भाषा के मर्म को समझ सकें, समझा सकें। हाँ, जहाँ तक परिभाषाओं की बात आती है, डेफिनेशंस आते हैं, उन्हें हिंदी में ही इस्तेमाल किया जाएगा। Anyway, definitions should be memorized in Hindi as I have pinpointed in my introduction video. Memorizing rules is a must in grammar, which we can't avoid. Now, since you got the answer for this particular question, why should I study grammar? Let's move on to the basics of grammar. व्याकरण क्या है? After all, how can we define grammar? എന്തുവാണ് വ്യാകരണം? വ്യാകരണം ഒരു വിദ്യയാണ്. ഭാഷ ശുദ്ധമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന ഒരു വിദ്യ. व्याकरण वह विद्या है जो हमें भाषा को शुद्ध बोलना, പഠന एवं लिखना सिखाता है. ഓക്കെ, ഇതാണ് ഗ്രാമർ. വ്യാകരണം എന്തുവാണ് എന്നുള്ളൊരു ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിൽ വേറെ ഒന്നുമല്ല, ഭാഷ ശുദ്ധമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന ഒരു വിദ്യയാണ്. ആ നിലയ്ക്ക് ഈ വിദ്യ നമ്മൾ നമ്മുടെ കൈക്കലാക്കണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. വ്യാകരണം എന്താണ്, അതിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് വ്യാകരണത്തിൻ്റെ യൂസേജാണ്. നമ്മളെ ഭാഷ ശുദ്ധമായി കൈകാര്യം ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരു വിദ്യ. അത് മാത്രമല്ല ഗ്രാമർ. व्याकरण भाषा की वह शाखा है जिसमें भाषा के अंग प्रत्यंग का विश्लेषण एवं विवेचन करना हमें सिखाता है. ഒരു ലാംഗ്വേജിൻ്റെ പല യൂണിറ്റ്സ് ഉണ്ട്. ഏറ്റവും സിംപ്ലസ്റ്റ് യൂണിറ്റാണ് ആൽഫബറ്റ്സ്. ഒരു ലാംഗ്വേജിൻ്റെ അക്ഷരം എന്ന് പറയുന്നത്, അല്ലെ ഹിന്ദിയിൽ അതിനെ വർണ്ണം എന്ന് പറയും. അപ്പം വർണ്ണം എന്തുവാണെന്ന് പഠിക്കും. പിന്നെ ഈ ആൽഫബറ്റ്സ് ചേർന്നിട്ടാണ് വേർഡ്സ് ഉണ്ടാവുന്നത്, ഇല്ലേ? അക്ഷരങ്ങൾ ചേർന്ന് വേർഡ്സ് ഉണ്ടാവും. അപ്പോൾ അത് ശബ്ദമാവും ഹിന്ദിയിൽ. അപ്പോൾ ശബ്ദ വിചാരം നമ്മൾ പഠിക്കും. എന്തുവാണ് ശബ്ദ, എങ്ങനെയാണ് ശബ്ദ ഒറിജിനേറ്റ് ചെയ്തത്, അതിൻ്റെ ഉത്പത്തി എന്താണ്, ഒരു ലാംഗ്വേജിൽ വേറെ ലാംഗ്വേജിൻ്റെയൊക്കെ ശബ്ദം വന്നിട്ടുണ്ടോ, അങ്ങനത്തെ ഈ വർണ്ണത്തെ പറ്റി ആദ്യം പഠിക്കും. ആൽഫബറ്റ്സിനെ പറ്റി, അതിനെ വർണ്ണവിചാർ എന്ന് പറയും. ശബ്ദനെ പറ്റി പഠിക്കും, കാരണം വർണ്ണ് കഴിഞ്ഞ് ഈ ഡിഫറെൻറ്റ് ആൽഫബറ്റ്സ് അക്ഷരങ്ങൾ ചേർന്നുണ്ടാവുന്നതാണ് ശബ്ദ, വേർഡ്. അപ്പോൾ ആ ക്ലാസിഫിക്കേഷൻ ഓഫ് വേർഡ്സ് നമ്മൾ പഠിക്കും. എങ്ങനെയാണ് വേർഡ്സ് ഒറിജിനേറ്റ് ചെയ്തത്, അതിൻ്റെ ഉത്പത്തി, അതിൻ്റെ സ്ട്രക്ചർ. ഓരോ ലാംഗ്വേജിനും ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സാണ്, റൈറ്റ്? അപ്പോൾ മൂന്നാമത് നമ്മൾ ഈ വേർഡ്സ് ചേർത്തിട്ടാണ് നമ്മൾ വാക്യം ഉണ്ടാക്കുന്നത്, നമ്മൾ സെൻറ്റൻസിലേക്ക് പോകുന്നത്. അപ്പോൾ നാച്ചുറലി വാക്യവിചാർ, എത്ര വാക്യമുണ്ട്, ഏതൊക്കെ ടൈപ്പ് വാക്യമുണ്ട്, ലൈക്ക് സിമ്പിൾ സെൻറ്റൻസ്, കോംപ്ലെക്സ് സെൻറ്റൻസ്, മിക്സഡ് സെൻറ്റൻസ്, അങ്ങനെ സെൻറ്റൻസസ് തന്നെ പല രീതി, എങ്ങനെയാണ് സെൻറ്റൻസ് ഫോം ചെയ്യുന്നത്, അതൊക്കെയാണ് നമ്മൾ വാക്യവിചാറിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതിൽ തന്നെ വ്യാകരണം എത്ര അംഗുണ്ടെന്ന് നമ്മൾ മനസ്സിലായി. व्याकरण के मुख्य रूप से 3 अंग हैं. 3 ഡിഫറെൻ്റ് അംഗാണ്. ഒന്ന് വർണ്ണവിചാർ, ശബ്ദവിചാർ, വാക്യവിചാർ. സോ ഇൻ എ ബ്രോഡ് സെൻസ് ഗ്രാമറിന് 3 ഡിവിഷൻസാണ്: വർണ്ണവിചാർ, ശബ്ദവിചാർ, വാക്യവിചാർ. ഇതിൽ വർണ്ണവിചാർ അക്ഷരങ്ങളെ പറ്റിയാണ്, ആൽഫബറ്റ്സിനെ പറ്റിയുള്ള സ്റ്റഡിയാണ്. അതിൽ ആൽഫബറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് നിങ്ങൾ സ്കൂൾ ലെവലിൽ പഠിച്ചതാണ്, അല്ലേ? ഈ അക്ഷരമാല, വർണ്ണമാല എന്ന് പറയും. ഹിന്ദി ഭാഷയിൽ 52 വർണ്ണമുണ്ട്. വर्ण എന്തുവാണ്? ഭാഷ की सबसे छोटी इकाई, ये भाषा की मूल इकाई होती है. ഇക്കായി എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, യൂണിറ്റ്. ഒരു ലാംഗ്വേജിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ്. അപ്പോൾ ദാറ്റ് മീൻസ് ഇറ്റ് കാൺട്ട് ബി ഫർദർ ഡിവൈഡഡ്. വർണ്ണത്തിനെ പിന്നീട് നമ്മൾ ഒന്നുകൂടെ സ്പ്ലിറ്റ് ചെയ്യാൻ ഒക്കില്ല. അപ്പോൾ ഒരു ലാംഗ്വേജിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റാണ്
വർണ്ണ. ആ വർണ്ണനെ പറ്റി പഠിക്കുന്ന അതിൻ്റെ സ്റ്റഡി നടത്തുന്ന ഒരു ബ്രാഞ്ചാണ് വർണ്ണവിചാർ. അത് ഗ്രാമറിൻ്റെ ഫസ്റ്റ് ബ്രാഞ്ചാണ്. കാരണം ആദ്യം ആൽഫബറ്റ്സിനെ പഠിച്ചിട്ട് വേണം നമ്മൾ പിന്നെ ആൽഫബറ്റ്സിൽ നിന്നാണ് പിന്നെ ശബ്ദം ഉണ്ടാകുന്നത്. അപ്പോൾ അത് വേർഡ്സിലേക്ക് പിന്നീടാണ് പോകുന്നത്. വർണ്ണവിചാർ നമ്മളിവിടെ അധികം ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ സ്കൂൾ ലെവൽ തൊട്ടേ അക്ഷരമാല പഠിക്കുന്നുണ്ട്. അപ്പം വർണ്ണ ലാംഗ്വേജിൻ്റെ സ്മോളസ്റ്റ് യൂണിറ്റ് ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് കാൺ ബി ഫർദർ ഡിവൈഡഡ്. അതിന് 2 ഭേദമുണ്ട്, മെയിൻ 2 ഡിവിഷൻസ് ഉണ്ട്. സ്വർ ഓർ വ്യഞ്ജൻ. സ്വർ എന്ന് പറയുമ്പോൾ വവൽസ്, വ്യഞ്ജൻ കോൺസൊണൻസ്. അപ്പോൾ ആ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ലാംഗ്വേജ് അല്ലെങ്കിൽ ആൽഫബറ്റ് അക്ഷരത്തിന് 2 ഡിവിഷൻസ് ഉണ്ട്, സ്വരവും വ്യഞ്ജനവും. അത് നിങ്ങൾക്കറിയാം. ഇപ്പോൾ സ്വരങ്ങൾ 11 ഉണ്ട്. ഒരു തടസ്സവുമില്ലാതെ ഉച്ചരിക്കാൻ പറ്റുന്ന ഒരു ധ്വനിയാണ് സ്വര്. ബിനാ കിസി ദൂസറേ വർണ്ണ കി സഹായതാസെ, വേറെ ഒരു വർണ്ണത്തിൻ്റെ ഹെൽപ്പ് കൂടാതെ തന്നെ നമ്മളിപ്പോൾ ആ, ഈ, ഊ ഇതൊക്കെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്, ഉച്ചരിക്കുന്നത്, ആ സമയത്ത് വേറെ ഒരു വർണ്ണത്തിൻ്റെയും ഹെൽപ്പ് വേണ്ട. പക്ഷേ വ്യഞ്ജൻ അങ്ങനെയല്ല. വ്യഞ്ജൻ ഉൻ വർണ്ണോं को कहते हैं जिनका उच्चारण स्वर की सहायता से होता है. വ്യഞ്ജൻ ഉച്ചരിക്കണമെങ്കിൽ നമ്മൾ സ്വരത്തിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് വ്യഞ്ജൻ ഉച്ചരിക്കുന്നത്. നമുക്കറിയാം കാ, കീ, ഈടം. നമ്മൾ എന്നിട്ട് ഈ വ്യഞ്ജനിൽ സ്വരത്തിൻ്റെ മാത്രകൾ ചേർക്കും. ഈ കാണുന്നതാണ് മാത്ര ടേബിൾ. ഇപ്പോൾ കാടെ കൂടെ ഈടെ മാത്ര ചേരുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അത് ഒരു ഹിന്ദി ലാംഗ്വേജിൻ്റെ ഒരു റീഡിങ് ടൈമിൽ നമുക്ക് എപ്പോഴും പ്രശ്നം വരുന്നൊരു കാര്യമാണ്. മാത്ര ഏത് സൈഡിലോട്ടാണ്, ലെഫ്റ്റിലോട്ടാണോ റൈറ്റിലോട്ടാണോ. പക്ഷേ നമ്മൾ കൂടുതലായിട്ട് ആ ലാംഗ്വേജിലേക്ക് ഡീപ്പായിട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് ഈ മാത്രകളും കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമായിട്ട് പറ്റും. നിരന്തരം വായിക്കണമെന്നേ ഉള്ളൂ. അപ്പം നമുക്കത് ലെഫ്റ്റ് സൈഡിലുള്ളത് എന്താണെന്നും റൈറ്റ് സൈഡിലോട്ട് തിരിയുമ്പോൾ അത് എന്താകും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഹിന്ദിയിൽ 11 സ്വരങ്ങളുണ്ട്, അതുപോലെ 33 വ്യഞ്ജനുണ്ട്. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ 44 ആവുന്നുള്ളൂ ടോട്ടൽ. പക്ഷേ നമ്മൾ പറഞ്ഞു ടോട്ടൽ എത്ര വർണ്ണമുണ്ട് ഹിന്ദിയിൽ, വർണ്ണമാലയിൽ ഹിന്ദിയിൽ ടോട്ടൽ 52 വർണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. 11 സ്വരും 33 വ്യഞ്ജനും. അപ്പം ബാക്കി മിസ്സിങ് ഏതൊക്കെയാണ്? പിന്നീട് മിസ്സിങ് ആയിട്ടുള്ളത് 2 വർണ്ണം ഏതൊക്കെയാണ്? അനുസ്വാറും വിസർഗും. അപ്പോൾ 46 ആയി. പിന്നീട് 2 ദ്വിഗുൺ വ്യഞ്ജനുണ്ട്. അതിനുശേഷം 4 സംയുക്ത വ്യഞ്ജനുണ്ട്. അങ്ങനെ ടോട്ടൽ 52 വർണ്ണമുണ്ട് ഹിന്ദി വർണ്ണമാലയിൽ. 52 വർണ്ണൻ്റെ ഒരു ഡിവിഷൻ ഈ ഒരു ബ്രോഡർ സെൻസിൽ ഒരു സിമ്പിളായിട്ട് ഒറ്റ ഡയഗ്രാമിൽ നിങ്ങൾക്ക് ഇങ്ങനെ അതിനെ ക്ലാസിഫൈ ചെയ്യാം. ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും വർണ്ണ എത്ര ആണെന്നും അതിൽ സ്വരും വ്യഞ്ജനുമാണെന്നും അതിൽ തന്നെ എന്തൊക്കെ ഡിവിഷൻസ് ഉണ്ട്. പിന്നീട് അങ്ങോട്ട് വർണ്ണവിചാറിൽ കുറേ കാര്യങ്ങളുണ്ട് പഠിക്കുന്നത്. എങ്ങനെയാണ് വർണ്ണ പ്രൊനൗൺസ് ചെയ്യുന്നത്, ഫോണറ്റിക്കലി എങ്ങനെയാണ് നമ്മളത് ഉച്ചരിക്കുന്നത്, എവിടെ കൂടെയാണ്, അത് ഭയങ്കര ഒരു സ്റ്റഡിയാണ്. നമ്മൾ തൊണ്ടയിൽ കൂടെയാണോ സൗണ്ട് വരുന്നത്, നമ്മുടെ ചുണ്ടിൻ്റെ അനങ്ങുന്ന പൊസിഷൻ അനുസരിച്ച്, നമ്മുടെ നാക്കിൻ്റെ പൊസിഷൻ അനുസരിച്ച് ഓരോ സ്വരങ്ങളും ഓരോ വർണ്ണങ്ങളും ഉച്ചരിക്കുമ്പോൾ അതിൻ്റേതായ രീതിയിലൊരു പ്രത്യേകതയുണ്ട്. അതാണ് വർണ്ണവിചാറിൽ, അതിനെപ്പറ്റിയാണ് ഡീപ്പായിട്ട് പഠിക്കുന്നത്. വ്യഞ്ജൻ അതെങ്ങനെയൊക്കെയാണ്, അതിൻ്റെ ഉച്ചാരണം എങ്ങനെയാണ്, അതിൻ്റെ യൂസേജ് എങ്ങനെയാണ്, എവിടെയൊക്കെയാണ് ഈ അക്ഷരങ്ങൾ ഉപയോഗിക്കുന്നത്, അതൊക്കെയാണ് വർണ്ണവിചാറിൽ പഠിക്കുന്നത്. നമ്മൾ കോളേജ് ലെവലിൽ നമുക്ക് ശബ്ദവിചാറും വാക്യവിചാറുമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ ശബ്ദവിചാർ എന്തുവാണെന്നും ശബ്ദവിചാറിൽ എന്തൊക്കെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് അതായിരിക്കും നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നാച്ചുറലി നിങ്ങൾക്ക് ഊഹിക്കാം, ശബ്ദം എന്ന് പറയുമ്പോൾ വേർഡാണ്, അതിൽ നൗണുണ്ട്, പ്രോനൗണുണ്ട്, വേർബുണ്ട്, ആഡ്വേർബുണ്ട്. അതൊക്കെ എന്തുവാണെന്നാണ് നമ്മൾ ശബ്ദവിചാറിൽ പഠിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ ഈ ശബ്ദവിചാർ എന്തുവാണെന്നും അതിൻ്റെ വർഗീകരണം എന്തുവാണെന്നും അതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസും അതിൻ്റെ വിത്ത് എക്സാമ്പിൾ നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ്? വ്യാകരണം ഒരു വിദ്യയാണ്, ഒരു ശാസ്ത്രമാണ്. ഭാഷ ശുദ്ധമായി കൈകാര്യം ചെയ്യാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വിദ്യയാണ്. അത് വ്യാകരണൻ്റെ യൂസേജ് പ്ലസ്
വ്യാകരണത്തിൽ 3 വർഗീകരണമുണ്ട്: വർണ്ണ, ശബ്ദ, വാക്യം. വർണ്ണ സ്മോളസ്റ്റ് യൂണിറ്റ് ആണ്. അത് കഴിഞ്ഞ് വർണ്ണങ്ങൾ കൊണ്ടാണ് ശബ്ദം ഉണ്ടാകുന്നത്, ശബ്ദങ്ങൾ കൊണ്ടാണ് വാക്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റഡിയാണ് ഗ്രാമർ. शब्द यानी वर्ड. हमने पिछले सेशन में देखा कैसे व्याकरण को 3 प्रमुख अंगों में बांटा गया है: वर्ण विचार, शब्द विचार और वाक्य विचार. वर्ण यानी भाषा की सबसे छोटी इकाई, സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് എ ലാംഗ്വേജ്. ഒരു ഭാഷയുടെ ഏറ്റവും ചെറിയ യൂണിറ്റാണ് വർണ്ണ അല്ലെങ്കിൽ അക്ഷരം, ആൽഫബറ്റ്. വർണ്ണോ കെ योग से शब्द बनते हैं. ആൽഫബറ്റ്സ് ചേർന്നിട്ടാണല്ലോ വേർഡ്സ് ഉണ്ടാകുന്നത്. അക്ഷരങ്ങൾ കൂട്ടി യോജിച്ച് വാക്കുകൾ ഉണ്ടാക്കുന്നു. ആ വാക്കുകളുടെ സ്ട്രക്ചർ, അതിൻ്റെ ഒറിജിൻ, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, അതെല്ലാമാണ് നമ്മൾ ശബ്ദവിചാറിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് സീ ദ ഡെഫിനിഷൻ ഓഫ് വേർഡ്. शब्द की परिभाषा क्या है या फिर शब्द किसे कहते हैं? एक या एक से अधिक अक्षरों के सार्थक योग को शब्द कहते हैं. ഒന്നോ അതിലധികമോ അക്ഷരങ്ങൾ ഒരു മീനിങ്ഫുൾ വേയിൽ കൂടി യോജിക്കുമ്പോഴാണ് അതൊരു വാക്ക് അല്ലെങ്കിൽ ഒരു വേർഡായി മാറുന്നത്. ഏക് യാ ഏക് സെ അധിക് അക്ഷരോं के सार्थक योग को शब्द कहते हैं. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആ, ചലോ, രാം, ഇതെല്ലാം വേർഡ്സ് ആണ്. ഇതിൽ ഏക് അക്ഷർ മാത്രവും ഒരു വേർഡാണ്. നോക്കൂ, ആ, നമ്മൾ വർണ്ണം പഠിച്ചതിൽ, ആൽഫബറ്റ് പഠിച്ചതിൽ ആ ഇ പഠിക്കുന്ന സെക്കൻഡ് അക്ഷരമാണ് ഈ ആ. അത് ഒറ്റയ്ക്കും ഒരു വേർഡായിട്ട് പെർഫോം ചെയ്യും. ലൈക്ക് നമ്മൾ പറയണേ രാമു തു ഇധർ ആ. അപ്പോൾ ആ അവിടെ ഒരു വേർഡാണ്, അതൊരു അക്ഷരവും കൂടിയാണ്. അപ്പോൾ ഒന്നിലധികം അക്ഷരങ്ങൾ ഒരു മീനിങ്ഫുൾ വേയിൽ, ഒരു സാർത്ഥക് രീതിയിൽ കൂടിച്ചേരുമ്പോഴാണ് ശബ്ദ് ഉണ്ടാവുന്നത്. അത് ഇംഗ്ലീഷിലും നമുക്ക് കാണാം. ഇപ്പം നമ്മൾ പറയാണ്, ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ പറയാണ് കിഷോർ ഈസ് എ സ്മാർട്ട് ബോയ്. കിഷോർ ഈസ് എ. ആ എ ഒരു ആൽഫബറ്റാണ്, ഒരു സിംഗിൾ ആൽഫബറ്റാണ്. പക്ഷേ ആ സെൻറ്റൻസിൽ അതൊരു വേർഡായിട്ടാണ് അത് പെർഫോം ചെയ്യുന്നത്. കിഷോർ ഈസ് എ സ്മാർട്ട് ബോയ്. അപ്പം അങ്ങനെ ഒന്നിലധികം അക്ഷരങ്ങൾ ഒരു മീനിങ്ഫുൾ വേയിൽ കൂടിച്ചേരുമ്പോഴാണ് ഒരു വാക്ക് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു ശബ്ദ് ഉണ്ടാകുന്നത്. അപ്പോൾ ശബ്ദവിചാറിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ശബ്ദം എന്തുവാണ്, വാട്ട് ഈസ് എ വേർഡ്, ശബ്ദിൻ്റെ പരിഭാഷ എന്തുവാണ്. शब्द की परिभाषा देखने के बाद उसके वर्गीकरण की ओर आते हैं. വർഗീകരണം എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, ക്ലാസിഫിക്കേഷൻ ഓഫ് വേർഡ്സ്. എങ്ങനെയാണ് അതിനെ തരംതിരിച്ചിരിക്കുന്നത്. നമ്മൾ ഒരു സ്റ്റഡി നടത്തുമ്പം നമ്മളതിനെ ഒരു കാറ്റഗറി ആയിട്ട് തരംതിരിക്കുമല്ലോ, അത്രയേ ഉള്ളൂ. शब्दों को 4 रूप में वर्गीकृत किया जाता है, या फिर यूँ कहें शब्दों के 4 भेद होते हैं. അങ്ങനെ ഹിന്ദി ഗ്രാമറിൽ, ഹിന്ദി ലാംഗ്വേജിൽ വേർഡ്സിനെ 4 രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. വർഗീകरण किया गया है. कैसे? एक प्रयोग के आधार पर. പ്രയോഗ് കെ ആധാർ പർ, അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്, ഹൗ വി യൂസ് ദാറ്റ് വേർഡ്. അതിനെ ബേസ് ചെയ്ത് നമ്മൾ എങ്ങനെ അതിനെ പ്രയോഗിക്കുന്നു, അതിനെ ബേസ് ചെയ്ത് വേർഡ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് കാറ്റഗറി ബനാവട്ട് യാ രചന കെ ആധാർ പർ. അതിൻ്റെ ആ ഒരു രൂപകൽപ്പന, ആ വേർഡിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ, അതിനെ ബേസ് ചെയ്ത് നമുക്ക് വേർഡ്സിനെ ക്ലാസിഫൈ ചെയ്യാം. തേർഡ് വൺ അർത്ഥ കെ ആധാർ പർ, എന്നുവെച്ചാൽ അതിൻ്റെ ഡിപ്പെൻഡിങ് ഓൺ ദ മീനിങ്, ആ വേർഡിൻ്റെ മീനിങ്ങിനെ ബേസ് ചെയ്ത് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പിന്നെ ഉത്പത്തി എവം സ്രോത് കെ ആധാർ പർ. ഉത്പത്തി എന്നുവെച്ചാൽ എവിടെ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തത്, അതിൻ്റെ ഉൽപ്പത്തി എവിടെ നിന്നാണ്, അതിനെ ബേസ് ചെയ്ത് ആ വേർഡ്സ് എവിടെ നിന്ന് വന്നു ഒരു ലാംഗ്വേജിൽ, ആ ബേസിസിലും നമ്മൾ വേർഡ്സിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അപ്പോൾ ശബ്ദോं के वर्गीकरण, ക്ലാസിഫിക്കേഷൻ ഓഫ് വേർഡ്സ്, അതിൽ 4 ഡിഫറെൻറ്റ് ടൈപ്സാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പ്രയോഗ് के आधार पर, बनावट या रचना के आधार पर, अर्थ के आधार पर और उत्पत्ति के आधार पर. ओके.
നിങ്ങളുടെ സിലബസിനെ ബേസ് ചെയ്തുള്ള ആ ഒരു ഗ്രാമർ ടെക്സ്റ്റിനെ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നത്. ഗ്രാമർ ബേസിക്കലി എല്ലായിടത്തും സെയിം തന്നെയാണ്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് എല്ലാ ഗ്രാമർ ടെക്സ്റ്റിലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. എന്നാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ BA BSc സെക്കൻഡ് സെമ്മിലെ പ്രിസ്ക്രൈബ്ഡ് ഗ്രാമർ ടെക്സ്റ്റിനെ ബേസ് ചെയ്താണ് നമ്മൾ ഈ ക്ലാസ്സസ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ മൊഡ്യൂൾ 1 നിങ്ങളുടെ ഫസ്റ്റ് 1 എന്തുവാണ്? കറക്റ്റ് യൂസേജസ് ഓഫ് ഹിന്ദി. അത് നിങ്ങൾ ഈ ഗ്രാമറിൻ്റെ ക്ലാസ്സസ് എല്ലാം കഴിയുമ്പം, നിങ്ങൾ ഗ്രാമർ എല്ലാം പഠിച്ചു കഴിയുമ്പം യു വിൽ നാച്ചുറലി നോ ഹൗ ടു യൂസ് ഹിന്ദി ഇൻ ദ പ്രോപ്പർ വേ. अदाना फर्स्ट करेक्ट यूसेज शुद्ध रूप से हिंदी भाषा का प्रयोग आप तभी कर सकेंगे जब आप ग्रामर का अध्ययन पूरी तरह से पूरा करेंगे. പിന്നെ നിങ്ങൾ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ഈ ശബ്ദ വിചാർ എന്നുള്ളൊരു ചാപ്റ്റർ. അതിൻ്റെ അകത്ത് തന്നെ ഡെഫിനിഷൻ ഓഫ് വേർഡ്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് വേർഡ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളതാണ് ഇപ്പം ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കണ്ടു ശബ്ദോं का वर्गीकरण അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ 4 ടൈപ്സിലാണെന്ന് കണ്ടു. അതിൽ ഉത്പത്തി കെ ആധാർ पर നമ്മൾക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. എന്നുവെച്ചാൽ ഒറിജിൻ, വേർഡ്സിൻ്റെ ഒറിജിൻ എവിടെ നിന്നാണ്, അതിനെ ബേസ് ചെയ്ത് എങ്ങനെയാണ് ഹിന്ദി ലാംഗ്വേജിലെ വേർഡ്സിനെ തരംതിരിച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഹൗ ക്യാൻ വി ക്ലാസിഫൈ ഡിഫറെൻറ്റ് വേർഡ്സ് ഓഫ് ഹിന്ദി ലാംഗ്വേജ് ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ്സ് ഒറിജിൻ. നോക്കൂ, നമുക്കറിയാം ഭാഷ മനുഷ്യൻ്റെ വികാരങ്ങളും വിചാരങ്ങളും പ്രകടിപ്പിക്കാനുള്ള ഒരു ഉത്തമമായ മാർഗമാണ്, ഒരു മാധ്യമമാണ്. എല്ലാ ലാംഗ്വേജിൻ്റെയും വേർഡ്സ് എടുത്ത് നോക്കിയാൽ അറിയാം, അതിൽ പല വ്യത്യസ്ത ഭാഷകളുടെ വാക്കുകൾ കാണാൻ കഴിയും. ഹിന്ദിയിലും അത് കാണാം. അങ്ങനെ ഹിന്ദി ലാംഗ്വേജിൽ, ഹിന്ദി ഭാഷയിൽ പല സ്ഥലത്തു നിന്ന് വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്ത് ഹിന്ദിയിലെ വേർഡ്സിനെ 4 തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് തത്സം, തദ്ഭവ്, ദേശജ്, വിദേശി. ഈ 4 ടൈപ്പിൽ ഹിന്ദി ലാംഗ്വേജസിലുള്ള വാക്കുകളെ തരംതിരിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇത് നമ്മൾ ഉത്പത്തിയുടെ ബേസിസിലാണ് കേട്ടോ. ശബ്ദോं का वर्गीकरण ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഒറിജിൻ, എങ്ങനെ ഉത്ഭവിച്ചു, ഈ വാക്കുകൾ എങ്ങനെ വന്നു, അതിനെ ബേസ് ചെയ്തുള്ള ക്ലാസിഫിക്കേഷനിലാണ് ഈ 4 ടൈപ്സ് ഓഫ് വേർഡ്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ തത്സമാണ്. തത്സം എന്ന് പറയുമ്പോൾ സംസ്കൃതത്തിൽ നിന്ന് അതുപോലെ തന്നെ ഒരു മാറ്റവും കൂടാതെ ഹിന്ദിയിൽ യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ തത്സം എന്ന് പറയുന്നത്. തത്സം ശബ്ദ് എന്ന് വെച്ചാൽ തത്സമ, ആ വേർഡിൻ്റെ മീനിങ് തന്നെ അതാണ്, അതിനോട് സമമായി. ऐसे शब्द जिनकी उत्पत्ति संस्कृत भाषा में हुई और वे हिंदी भाषा में बिना किसी परिवर्तन के പ്രയോഗ में ആനെ ലഗി. അങ്ങനത്തെ വേർഡ്സിനെയാണ് തത്സം ശബ്ദം എന്ന് പറയുന്നത്. സംസ്കൃതത്തിൽ നിന്ന് കുറേ വാക്കുകൾ ഹിന്ദിയിൽ അതേപടി വന്നിട്ടുണ്ട്, ഒരു മാറ്റവും കൂടാതെ. അങ്ങനെ ഹിന്ദിയിൽ പ്രയോഗിക്കപ്പെടുന്ന വാക്കുകളെയാണ് തത്സം ശബ്ദം എന്ന് പറയുന്നത്. इनमें ध्वनि परिवर्तन भी नहीं होता, जैसे संस्कृत भाषा में है वैसे ही लिया गया है. ഹിന്ദി, ബംഗ്ല, മറാഠി, മലയാളം അങ്ങനെ എല്ലാ ലാംഗ്വേജസും ഈ സംസ്കൃതത്തിൽ നിന്ന് വേർഡ്സ് എടുത്തിട്ടുണ്ട്, ഹിന്ദിയിൽ മാത്രമല്ല. കാരണം എന്താണ്? ഇൻമേ സെ കൈ ഭാഷായേ സംസ്കൃത് സെ ജന്മി ഹെ. ഈ പല ലാംഗ്വേജസ്, നമ്മൾ മലയാളം ഉൾപ്പെടെ, ഇതിൻ്റെ ഒറിജിൻ സംസ്കൃത് ലാംഗ്വേജിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ സംസ്കൃതത്തിലെ ഒരുപാട് വേർഡ്സ് ഹിന്ദിയിൽ നമ്മൾ പ്രയോഗിക്കുന്നുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ നോക്കൂ, അഗ്നി, ആമ്ര, അമൂല്യ, ചന്ദ്ര, ക്ഷേത്ര, അഗ്യാൻ, അന്ധകാർ, ഇതെല്ലാം സാൻസ്ക്രിത് വേർഡ്സ് ആണ്, അതേപടി ഹിന്ദിയിൽ ഉപയോഗിക്കുന്ന തത്സം വേർഡ്സ്. ഇനിയും സെക്കൻഡ് ടൈപ്പ് ഓഫ് കാറ്റഗറി എന്താണ്? തദ്ഭവ് ശബ്ദ്. ഇതെന്താണ്? ഈ വാക്കുകൾ സംസ്കൃത ഭാഷയിൽ പ്രയോഗിക്കപ്പെട്ട വേർഡ്സാണ്, പക്ഷേ അല്പം സ്വല്പം മാറ്റത്തോടുകൂടി ഹിന്ദിയിൽ പ്രയോഗിക്കപ്പെടുന്നു. ऐसे शब्द जिनकी उत्पत्ति संस्कृत भाषा में हुई थी लेकिन उनका रूप बदलकर हिंदी में प्रयोग किए जाते हैं. ഈ വേർഡ്സ് സംസ്കൃതത്തിൽ പ്രയോഗിച്ചതാണ്, പക്ഷേ അതിൻ്റെ അല്പം രൂപം മാറ്റിയിട്ട് ഹിന്ദിയിൽ നമ്മൾ പ്രയോഗിക്കുന്നു.
അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് കാണുമ്പോൾ നിങ്ങൾക്ക് പിക്ചർ ക്ലിയർ ആവും. തത്സവും തദ്ഭവവും രണ്ടും ക്ലിയർ ആവും. നോക്കൂ, ഈ ഒരു ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്കതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും. കുറച്ച് കോമൺ ആയിട്ടുള്ളത് നമുക്കൊന്ന് പറഞ്ഞു പോകാം. ദുഗ്ധാണ് ദൂതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഹസ്ത് ഹാത്ത് ആയിട്ട് ഉപയോഗിക്കും. അക്ഷി ആങ്ക്, അഗ്നി ആഗ്, മയൂർ മോർ, ആശ്ചര്യ അച്ചരജ്, ജ്യേഷ്ഠ് ജേഠ്. ഇതാണ് തത്സവും തദ്ഭവവും. ഇപ്പോൾ ക്ലിയർ ആയി കാണുമല്ലോ. ഇപ്പോൾ ഈ അഗ്നി, ദുഗ്ധ, മയൂർ ഇതെല്ലാം കോമൺ ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റിയതാണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. കണ്ടില്ലേ, സംസ്കൃത വാക്ക് അല്പം ചേഞ്ചായി ഹിന്ദിയിൽ യൂസ് ചെയ്യുന്നു. അതാണ് തദ്ഭവ്. തദ്ഭവ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഭവിച്ചത്, അത് തന്നെയല്ല, അത് തന്നെ എന്ന് പറയുമ്പോൾ തത്സമാവും. അപ്പോൾ ഇത് രണ്ടും ഒരേപോലെ നമുക്ക് ക്ലിയർ ആവും. തത്സമും തദ്ഭവും രണ്ടിൻ്റെ ഒറിജിൻ സാൻസ്കൃതിൽ നിന്നാണ്. തത്സം സാൻസ്കൃത് വേർഡ്സിനെ അതേപോലെ അപ്പാടെ ഈവൻ പ്രൊനൗൺസിയേഷനും എല്ലാം അതുപോലെ ഹിന്ദിയിൽ ഉപയോഗിക്കുന്ന വേർഡ്സിനെയാണ് തത്സം എന്ന് പറയുന്നത്. തദ്ഭവ് എന്ന് പറയുമ്പോൾ സാൻസ്കൃത് ഒറിജിനാണ്, പക്ഷെ അല്പം മാറ്റം വരുത്തിയിട്ട് ഹിന്ദിയിൽ ഉപയോഗിക്കപ്പെടുന്ന വേർഡ്സാണ് തദ്ഭവ് വേർഡ്സ്. നിങ്ങൾക്ക് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ 3-4 എക്സാമ്പിൾസ് തദ്ഭവും തത്സവിൻ്റെയും പഠിച്ചു വെച്ചാൽ മതി. പക്ഷേ കുറച്ചുകൂടെ ബ്രോഡർ സെൻസിൽ ലാംഗ്വേജ് ഇഷ്ടപ്പെട്ട് പഠിക്കുന്നവർക്ക് ഈ ഒരു ചാർട്ട് നോക്കിയാൽ കുറേ കൂടെ വേർഡ്സിൻ്റെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യാം. ഞാൻ അതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒറിജിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഉത്പത്തിനെ ബേസ് ചെയ്തുള്ള വേർഡ് ക്ലാസിഫിക്കേഷനിൽ തേർഡ് വൺ ദേശജ് വേർഡ്സ് ആണ്. ദേശജ് ശബ്ദ് ഇതെന്താണെന്ന് വെച്ചാൽ ലോക്കൽ ഏരിയാസിൽ നിലവിൽ ഉപയോഗിച്ച് വരുന്ന വേർഡ്സ്, സംസ്കൃത ഭാഷയിൽ നിന്ന് വന്നതല്ല, ലോക്കൽ ഏരിയാസിൽ എന്ന് വെച്ചാൽ ഹിന്ദി അല്ലെങ്കിൽ അതിൻ്റെ ഹിന്ദിയിലെ ഡയലക്ട്സ് അതിൽ ഉപയോഗിക്കപ്പെട്ട വാക്കുകളാണ്. ഇപ്പോൾ ഹിന്ദി നമ്മളിപ്പോൾ കാണുന്ന സ്ട്രക്ചറും രൂപവും ഭാവവും ഒക്കെ വരുന്നതിന് മുമ്പ് പല ഡയലക്ട്സ് അല്ലെങ്കിൽ ബോലി ചെറിയ ചെറിയ ഉപഭാഷകളായിട്ട് അറിയപ്പെട്ടിരുന്നു. അതിൽ കൂടെ ഒക്കെ കടന്നു വന്നാണ് ഇപ്പോഴത്തെ ഈ പ്രോപ്പർ ഖടി ബോലി ഹിന്ദി നമ്മൾ ഉപയോഗിക്കുന്ന ഹിന്ദി ഈ ഒരു സ്റ്റേജിൽ വരുന്നതിന് മുമ്പ് പല ഡിഫറെൻറ്റ് ഫോംസിലൂടെ കടന്നു പോയിട്ടുണ്ട്. ലൈക്ക് ഈ ചാർട്ട് നോക്കിയാൽ അറിയാം, സംസ്കൃതം, പിന്നെ പാലി, പ്രാകൃത്, അപഭ്രംശ്, അങ്ങനെ കുറേ കൺവേർഷൻസ് നടന്നു കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പം ഈ ദേവനാഗരി ലിപിയിൽ എഴുതപ്പെടുന്ന ഖടി ബോലി ഹിന്ദി നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനു മുമ്പ് പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഷകളുടെ എല്ലാം പാലി, പ്രാകൃത്, അപഭ്രംശ് ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നിലനിന്ന ഭാഷകളാണ്. നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ ഹിന്ദിയെ പറ്റി സംസാരിക്കുന്നതുകൊണ്ട് സൗത്ത് ഇന്ത്യ മെൻഷൻ ചെയ്യുന്നില്ല. നോർത്തിൽ ഈ പാലി, പ്രാകൃത്, അപഭ്രംശ്, അതുപോലെ ഭോജ്പൂരി, രാജസ്ഥാനി, മൈഥിലി, ബ്രജ് അങ്ങനത്തെ പല ചെറിയ ചെറിയ ബോലികൾ, ഡയലക്ട്സ്, ചെറിയ ചെറിയ ലോക്കൽ ഏരിയാസിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഭാഷയുടെ പദങ്ങളും പലതും ഹിന്ദിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് ദേശജ് ശബ്ദ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ദേശജ് എന്ന് പറയുമ്പോൾ സംസ്കൃതത്തിൽ നിന്ന് വന്നതല്ല, മറ്റ് ലോക്കൽ ഭാഷകളിൽ നിന്ന് ഹിന്ദിയിലേക്ക് വന്നുകൂടിയ ഭാഷകളെയാണ് നമ്മൾ ദേശജ് എന്ന് പറയുന്നത്. ഇനി ഈ കാറ്റഗറിയിൽ ഒരു ലാസ്റ്റ് വൺ ആണ് വിദേശി ഭാഷ. विदेशी भाषाओं से हिंदी में ज्यों के त्यों बिना किसी बदलाव के प्रयोग किए जाने वाले शब्द को विदेशी शब्द कहलाते हैं. വിദേശി എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഫോറിൻ ലാംഗ്വേജിൽ നിന്ന് വന്ന വേർഡ്സാണ്. ഇപ്പോൾ ഫോറിൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരിക ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദിയിലേക്ക് വന്ന വേർഡ്സാണ്. നമ്മൾ പറയില്ലേ ഡോക്ടർ, ടെലിഫോൺ, അങ്ങനെ കുറേ വേർഡ്സ് ഉണ്ട്. സ്കൂൾ, അത് മാത്രമല്ല, ഇംഗ്ലീഷിൽ നിന്ന് വന്ന വേർഡ്സ് മാത്രമല്ല, അറബി, ഫാർസി, പോർച്ചുഗീസ് അങ്ങനെ പല ഫോറിൻ ലാംഗ്വേജസിൽ നിന്ന് വാക്കുകൾ അതേപടി ഹിന്ദിയിൽ യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അതെല്ലാം വിദേശി ശബ്ദിൻ്റെ അണ്ടറിൽ വരും. ക്ലിയർ ആയല്ലോ. ഇംഗ്ലീഷും ഉണ്ട് അതുപോലെ. ഇംഗ്ലീഷിൽ നിന്ന് നമ്മൾ ഹിന്ദിയിലേക്ക് ഉപയോഗിക്കുന്ന വേർഡ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സാണ്. പിന്നെ അറബി ഉണ്ട്, ഫാർസി ഉണ്ട്, അങ്ങനെ എല്ലാ ലാംഗ്വേജസിൽ നിന്നും ഹിന്ദിയിൽ കാലാകാലങ്ങളിൽ പല വേർഡ്സും വന്നു ചേർന്നിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മുടെ ഹിന്ദി വേർഡ്സും മറ്റ് ഭാഷകളിലേക്കും പോയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാ ഹിന്ദിയിലെ പല വേർഡ്സും, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇംഗ്ലീഷിൽ യൂസ് ചെയ്യപ്പെടുന്ന പല വേർഡ്സിൻ്റെ ലിസ്റ്റാണിത്. ഇതൊക്കെ നമ്മുടെ ഹിന്ദി വേർഡ്സാണ്. ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില വേർഡ്സും ഉണ്ട് കേട്ടോ. അവതാർ ഒരു ഇന്ത്യൻ വേർഡാണ്, ഹിന്ദി വേർഡാണ്. ആലു, ചാട്ട്,
ചട്നി, ഗരം മസാല, ഗുരു, യോഗ ഗുരു. ഈ ഗുരു എന്നുള്ള വേർഡ് ഹിന്ദി വേർഡാണ്, അത് ഇംഗ്ലീഷിൽ ഇപ്പം കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. യാർ, thഗ് വരെ, നമ്മൾ thഗ് അമ്മ എന്നൊക്കെ പറയില്ലേ, thഗ് വരെ ഹിന്ദി വേർഡാണ്. അങ്ങനെ ഹിന്ദിയിൽ നിന്ന് കുറേ വേർഡ്സ് ഇംഗ്ലീഷിൽ, ഇനി ഹോൾ ലോട്ട് ഓഫ് വേർഡ്സ് ഉണ്ട്. ഇതൊരു കുറച്ച് എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചതന്നേ ഉള്ളൂ. ഇതെല്ലാം ഇപ്പം വളരെ കോമൺ ആയിട്ട് ഇംഗ്ലീഷിലും യൂസ് ചെയ്യുന്നു. അപ്പോൾ ലാംഗ്വേജ് ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുണ്ട്. അപ്പോൾ ആ വേർഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണെന്നൊന്ന് റീക്യാപ്പ് ചെയ്യാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമ്മിൽ ഉള്ള പ്രിസ്ക്രൈബ്ഡ് ഗ്രാമർ ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് ഡിസ്കസ് ചെയ്യാം. അതോടൊപ്പം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറും ഞാൻ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോ ഡിസ്കഷൻ സെഷൻ കഴിയുമ്പോഴും നിങ്ങൾക്ക് ആ ഒരു സെഷനിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം എന്ന് നിങ്ങൾക്ക് ഒരേ സമയം കണ്ട് മുന്നോട്ട് പോകാം. നിങ്ങളുടെ ടെക്സ്റ്റിലെ ഓരോ ചാപ്റ്റേഴ്സ് കഴിഞ്ഞുള്ള ക്വസ്റ്റ്യൻസാണിത്. അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ശബ്ദ കി പരിഭാഷ ലിഖ് കർ ഉദാഹरण दीजिए. എന്താണ് പരിഭാഷ? एक या एक से अधिक अक्षरों के सार्थक योग को शब्द कहते हैं. जैसे a whole lot of examples you can give. എത്ര എക്സാമ്പിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശബ്ദോं के वर्गीकरण के आधार क्या क्या है. ഈ ശബ്ദനെ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, എന്തിനെ ബേസ് ചെയ്താണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? അതിന് എന്തുത്തരം എഴുതാം? ശബ്ദോं का वर्गीकरण मुख्यतः 4 आधारों पर किया जाता है. ഏതൊക്കെയാണ്? अर्थ के आधार पर, व्युत्पत्ति के आधार पर, उत्पत्ति के आधार पर, वाक्य में प्रयोग के आधार पर. നമ്മൾ ഇന്ന് ഇതിലെ മൂന്നാമത്തത് ഉത്പത്തി കെ ആധാർ पर ആണ് ഡിസ്കസ് ചെയ്തത്. ഇതൊരു 2 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ശബ്ദോं के वर्गीकरण के आधार क्या है. അപ്പോൾ ഇത് ഈ ഒരു ആൻസർ എഴുതാം. അതല്ല എങ്കിൽ ഇത് ഷോർട്ട് ആൻസറായിട്ട് ചോദിക്കാറുണ്ട് 5 മാർക്കിൻ്റെ. അതെന്ന് പറയുമ്പോൾ ഉത്പത്തി കെ ആധാർ पर ശബ്ദോं का वर्गीकरण. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഉത്പത്തി കെ ആധാർ पर തത്സം, തദ്ഭവ്, ദേശി, വിദേശി, ഇങ്ങനെ 4 കാറ്റഗറി ഉണ്ട്. അത് ഓരോന്നും എന്താണെന്ന് എഴുതണം. 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇലാബറേറ്റ് ആയിട്ട് എഴുതണം. അതല്ല 2 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണ്, ഉത്പത്തി കെ ആധാർ पर ശബ്ദോं का वर्गीकरण കിतने തരീക്കെ സെ കിയാ ജാതാ ഹെ എന്ന് ചോദിച്ചാൽ ജസ്റ്റ് പേര് മാത്രം എഴുതിയാൽ മതി. തത്സം, തദ്ഭവ്, ദേശി, വിദേശി. Topic of discussion being Shabda Vichar. We have already discussed classification of words, that is ശബ്ദോं കാ വർഗീകരൺ. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ കണ്ട ഹിന്ദി വ്യാകരണത്തിൽ വാക്കുകളെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. പ്രയോഗ് കെ ആധാർ पर, बनावट या रचना के आधार पर, अर्थ के आधार पर, उत्पत्ति के आधार पर. ഈ ബ്രോഡ് ക്ലാസിഫിക്കേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇങ്ങനെ 4 ഡിവിഷൻസ് ഉണ്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് വേർഡ്സിന്. അതിൻ്റെ ഫർദർ ഡിവിഷൻ ഇങ്ങനെയാണ്. ഈ ഡിവിഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ ഈ ചാപ്റ്റർ തീരും. ഇപ്പം നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് വേർഡ്സ് എന്ന ആ ഒരു ടോപ്പിക്കിൽ ഇത്രയും ഡിവിഷൻസാണ് നമ്മൾ പഠിക്കാനുള്ളത്. നമ്മൾ ടെൻഷൻ ആവേണ്ട, നമ്മൾ ഇത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് വൺ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇതിൽ ഫസ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ഏതാണ്? ഉത്പത്തി യാ സ്രോത് കെ ആധാർ पर, ബേസ്ഡ് ഓൺ ദി ഒറിജിൻ, വേർഡ്സ് എങ്ങനെ ഉണ്ടായി എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്. തത്സം, തദ്ഭവ്, ദേശജ്, വിദേശി, നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ പഠിച്ചില്ലേ. സാൻസ്കൃതിയിൽ നിന്ന് വന്ന വേർഡ്സ് ഹിന്ദിയിൽ, സാൻസ്കൃതിയിൽ നിന്ന് രൂപം മാറി വന്നത്, പിന്നെ നമ്മുടെ നാട്ടിലുള്ള തന്നെ വേർഡ്സ്, പിന്നെ അറബി, ഫാർസി, പോർത്തുഗീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ പഠിച്ചു. അത് അതിൻ്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ്. നെക്സ്റ്റ് വൺ, വ്യുത്പത്തി യാ രചന കെ ആധാർ पर ശബ്ദോं का വർഗീകരൺ. അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. അതിനെ ബനാവട്ട് കെ ആധാർ पर എന്നും പറയും ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് വേർഡ്സിനെ. അതിലിങ്ങനെയാണ് വേർഡ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. 3 തരത്തിലാണ്. രൂഢ ശബ്ദ്, യൗഗിക് ശബ്ദ്, യോഗരൂഢ ശബ്ദ്. ഈ പേരുകൾ കേട്ടൊന്നും ടെൻഷൻ ആവണ്ട, വളരെ നിസ്സാര കാര്യമാണ് കേട്ടോ. റൂഢ ശബ്ദ്, അത് നമുക്ക് ആദ്യം നോക്കാം. എന്താണ് ഈ റൂഢ ശബ്ദ്? റൂഢ് എന്ന് പറയുമ്പോൾ അപ്നെ ആപ്മേ പൂർണ്ണ, അത് സെൽഫായിട്ട് തന്നെ കംപ്ലീറ്റ് മീനിങ് ഉള്ള വേർഡ്സാണ്.
ഇൻ ശബ്ദോं का निश्चित अर्थ होता है, അതിനൊരു പർട്ടിക്കുലർ മീനിങ് ഉണ്ട്. ആ ഒരു വേർഡ് കേൾക്കുമ്പം തന്നെ നമുക്ക് ആ ഒരു സെൻസ് വരും, അതിൻ്റെ മീനിങ് അതാണെന്നുള്ളത്. ഇൻ ശബ്ദോं के टुकड़े नहीं किए जा सकते, ഇതിനെ സ്പ്ലിറ്റ് ചെയ്താൽ അതിന് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ഇല്ല. ഇപ്പം നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ കാൻ, നമ്മളത് കേൾക്കുമ്പം തന്നെ അത് ചെവിയാണ്, അല്ലെങ്കിൽ ഗായ അത് പശുവാണ് എന്ന് നമുക്കത് റൂഢ് കാരണം, റൂഢിൻ്റെ അർത്ഥം എന്താണ്? കാലാകാലങ്ങളിൽ നമ്മളിങ്ങനെ കേട്ട് കേട്ട് പഴകി നമ്മുടെ മാനസത്തിൽ, നമ്മുടെ ചിന്തയിൽ അതിങ്ങനെയാണ് എന്നുള്ളൊരു ഫീലിംഗ് വരുന്നതിനാണ് ആ റൂഢ് എന്നുള്ള വേർഡിൻ്റെ ബേസ് മീനിങ്. ധാർമ്മിക് റൂഢിയ എന്ന് പറയില്ലേ, റിലീജിയസ് പ്രാക്ടീസസ്, അതാണ് ആ റൂഢി. റൂഢി എന്ന് വെച്ചാൽ നമ്മൾ കണ്ടുവരുന്നു, നമ്മുടെ പൂർവികർ ചെയ്തു, അതുകൊണ്ട് നമ്മളും ചെയ്യുന്നു. അതുകൊണ്ട് അങ്ങനെ വരുന്നതിനെയാണ് റൂഢി എന്ന് പറയുന്നത്. അപ്പോൾ ഈ റൂഢ് ശബ്ദം എന്ന് പറയുന്നത് എന്താണ്? ജോ അപ്നെ ആപ് മേ പൂർണ്ണ ഹോത്തെ ഹേ, ഇൻ ശബ്ദോं का निश्चित अर्थ होता है. പിന്നെ ഇൻ ശബ്ദോं को ദേ കാൺ ബി സ്പ്ലിറ്റ് ചെയ്താൽ തന്നെ ആ സ്പ്ലിറ്റ് ചെയ്ത അതിന് ഒരു മീനിങ്ങും കാണില്ല. ഇപ്പം നമ്മൾ ഗായനെ സ്പ്ലിറ്റ് ചെയ്താൽ, ഗായ എന്ന് കേട്ടാൽ നമുക്ക് പശുവാന്നുള്ളത് അത് റൂഢി കാരണം നമുക്കത് ഓർമ്മ വരും. അതുപോലെ എന്ത് വേർഡായാലും, ഇപ്പം ലടുക്ക അതൊരു ബോയ് ആണെന്നും ആ ഒരു വേർഡ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. പക്ഷേ അതിനെ സ്പ്ലിറ്റ് ചെയ്താൽ അതിന് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ഇല്ല, അതിനൊരു മീനിങ്ങും ഇല്ല. നിങ്ങളുടെ പ്രിസ്ക്രൈബ് ടെക്സ്റ്റിൽ रूढ़ शब्द ने डिफाइन ചെയ്തിരിക്കുന്നത് जो शब्द सार्थक रूप से खंडित नहीं किए जा सकते और जिनका एक निश्चित अर्थ रूढ़ हो गया है उन्हें रूढ़ शब्द कहते हैं. നോക്കൂ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ ഡെഫിനിഷൻ സിംപ്ലിഫൈ ചെയ്യാറുണ്ട്, സോ ദാറ്റ് നിങ്ങൾക്ക് സിമ്പിളായി കാര്യങ്ങൾ മനസ്സിലാവും. ആഫ്റ്റർ ഓൾ അവർ അൾട്ടിമേറ്റ് എയിം ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് മാസ്റ്റർ ദിസ് പെർട്ടിക്കുലർ ലാംഗ്വേജ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ എല്ലാ ഡെഫിനിഷൻസും നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ കോട്ട് ചെയ്യണമെന്നില്ല. കാരണം ഞാൻ പല ഡെഫിനിഷൻസ് നോക്കിയിട്ട് അതിൽ ഏറ്റവും സിംപിളസ്റ്റാണ് ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ തരുന്നത്. ഏറ്റവും സിംപ്ലസ്റ്റാണ് ഞാനിവിടെ ചൂസ് ചെയ്യുന്നത്. എന്നിരുന്നാലും നിങ്ങളുടെ കോളേജിൽ പ്രിസ്ക്രൈബ് ചെയ്ത ടെക്സ്റ്റും ഞാൻ കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? റൂഢ് ശബ്ദിൻ്റെ ഡെഫിനിഷൻ, ജോ ശബ്ദ് സാർത്ഥക് റൂപ് സെ ഖണ്ഡിത് നഹീ കിയേ ജാ സക്തേ. മീനിങ്ഫുള്ളായിട്ട് ആ വേർഡിനെ നമുക്ക് ഖണ്ഡിത് എന്ന് വെച്ചാൽ സ്പ്ലിറ്റ് ചെയ്യാം. ഓർ ജിൻകാ ഏക് നിശ്ചിത് അർത്ഥ റൂഢ് ഹോ ഗയാ ഹെ, എന്നിട്ട് അതിൻ്റെ ഒരു പർട്ടിക്കുലർ മീനിങ് നമ്മുടെ മനസ്സിൽ റൂഢിയായിട്ട് വന്നു ചേർന്നിരിക്കുന്നു. അങ്ങനത്തെ ശബ്ദിനെയാണ് റൂഢ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, ആഖ്, കാൻ, നദി, നാല. ആഖ് എന്ന് പറയുമ്പം തന്നെ കണ്ണെന്ന് നമുക്ക് പെട്ടെന്ന് പിക്ചറൈസ് ചെയ്യാം. കാന് എന്ന് വെച്ചാൽ നമ്മൾ ചെവിയാണ്. നദി, നാല, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഓരോ മീനിങ് ഉണ്ട് ഈ വേർഡ് കേൾക്കുമ്പം തന്നെ. അപ്പോൾ അതിൻ്റെ ജോ ശബ്ദ് സാർത്ഥക് രൂപ് സെ ഖണ്ഡിത് നഹീ കിയേ ജാ സക്തേ, ഈ വേർഡ്സിനെ മീനിങ്ഫുള്ളായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ ഒക്കില്ല. ആഖിനെ ആയും ഖായുമായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ ഒരു മീനിങ്ങും വരില്ല. അതുപോലെ തന്നെ കാനും, അതുപോലെ തന്നെ നദി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ റൂഢ്. അപ്പോൾ റൂഢ് ശബ്ദം എന്ന് വെച്ചാൽ എന്തുവാ? जिनका एक निश्चित अर्थ रूढ़ हो गया है, जिसे सार्थक रूप से खंडित नहीं किया जा सकता. A word that can't be split into meaningful words. അത് അതിൽ തന്നെ പൂർണ്ണമാണ്. ഓക്കെ, എക്സാമ്പിൾസ് കാണുമ്പോൾ നിങ്ങൾക്ക് പിക്ചർ ക്ലിയർ ആവും. നെക്സ്റ്റ് ഡിവിഷൻ യോഗിക് വേർഡ്സ് ആണ്. യോഗിക് എൻ്റെ മീനിങ് തന്നെ ജുഡാ ഹുവ എന്ന് വെച്ചാൽ യോജിപ്പിച്ചവ, अदान योगिक के अर्थ. योगिक का अर्थ होता है जुड़ा होना, अर्थात वे शब्द जो दो या दो से अधिक शब्दों के मिलने से बने हो. दो या दो से अधिक शब्दों के मिलने से बने हो. രണ്ട് വേർഡ്സ് കൂടിച്ചേർന്ന് അതിൻ്റെ യോഗമുണ്ടായി. അതിൻ്റെ യോഗം എന്ന് വെച്ചാൽ അതിൻ്റെ കോമ്പിനേഷൻ, അത് കൂടിച്ചേർന്നുണ്ടായ ഒരു വേർഡാണ് യോഗിക്. എന്നുവെച്ചാൽ പാഠശാല, രസോയി ഘർ, പാൻ വാല, ദൂധ് വാല, ഇതൊക്കെ രണ്ട് വേർഡ്സ് യോജിച്ചുണ്ടായ വേർഡ്സാണ്. അതിനെയാണ് യോഗിക് എന്ന് പറയുന്നത്. ദോ ശബ്ദോं के योग अथवा मेल से बनने वाले शब्द യോഗിക് ശബ്ദ് कहलाते हैं. രണ്ട് വാക്കുകൾ കൂടിച്ചേർന്നുണ്ടാകുന്ന വേർഡാണ് യോഗിക് ശബ്ദ്. നമുക്ക് എക്സാമ്പിൾസ് കാണുമ്പോൾ മനസ്സിലാവും. പാഠ് പ്ലസ് ശാല, അങ്ങനെയാണ് പാഠശാല ഉണ്ടായത്.
रसोई प्लस घर, पान प्लस वाला, पान वाला, दूध പ്ലസ് വാല, दूध വാല. ഇതാണ് യോഗിക്. ഇനി ലാസ്റ്റ് വൺ യോഗരൂഢ്. ഇതെന്താണ്? ऐसे शब्द जो यौगिक होने पर भी अपना सामान्य अर्थ छोड़कर विशेष अर्थ रखते हैं. ഈ യോഗരൂഢ് വേർഡ്സ് എന്താണെന്ന് വെച്ചാൽ രണ്ട് യോഗിക്കിനെ പോലെ തന്നെ, അതാണ് അതിൻ്റെ പേരിൽ തന്നെ കണ്ടോ, യോഗിക്കിൻ്റെ യോഗും റൂഡിൻ്റെ റൂഡും ഉണ്ട്. അത് രണ്ടിൻ്റെയും ചില വിശേഷതകൾ ഇതുണ്ട്, അതാണ് പറയുന്നത്. ഇത് രണ്ട് വേർഡ്സിൻ്റെ കോമ്പിനേഷനിൽ ഉണ്ടാവുന്ന വേർഡ്സാണ്. പക്ഷേ അതിന് വേറൊരു മീനിങ് ആണ് നമ്മുടെ മനസ്സിൽ വരുന്നത്, പ്രത്യക്ഷമായിട്ട് കാണുന്ന. ഇപ്പം നമ്മൾ യോഗിക് ശബ്ദം കണ്ട് പാഠശാല, പാട്ട് പ്ലസ് ശാല, രണ്ട് വേർഡ്സ് ജോയിൻ ചെയ്തുണ്ടാകുന്നു. നമ്മുടെ മനസ്സിൽ അതൊരു പാഠശാല എന്ന് വെച്ചാൽ സ്കൂളിൽ നിന്നാണ്. അതിൻ്റെ ആ പ്രത്യക്ഷമായ മീനിങ് ആണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അതുപോലെ റസോയി ഘർ, റസോയി പ്ലസ് ഘർ, നമ്മുടെ മനസ്സിൽ അത് കിച്ചൺ ആണെന്നുള്ള, റസോയി ആണ് റസോയി ഘർ. പക്ഷേ ഇത് അല്പം വ്യത്യസ്തമാണ് യോഗരൂഢ്. മുരളീധർ, മുരളി എന്ന് വെച്ചാൽ ഫ്ലൂട്ട്, മുരളി ധാരൻ കർണേ വാല, ഫ്ലൂട്ട് ഊതുന്ന വ്യക്തി, അതാണ് മുരളി. അപ്പോൾ ഈ ആരും ആകാം. പക്ഷേ മുരളീധർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ശ്രീകൃഷ്ണനെയാണ് ഓർമ്മ വരുന്നത്. ശ്രീകൃഷ്ണൻ്റെ ഒരു വേറെ പേരായിട്ടാണ് മുരളീധർ നമുക്ക് ഓർമ്മ വരുന്നത്. അങ്ങനത്തെ വേർഡ്സിനെയാണ് യോഗരൂഢ് എന്ന് പറയുന്നത്. അതുപോലെ എക്സാമ്പിൾസ് ഒരുപാടുണ്ട് യോഗരൂഢിന്. പങ്കജ്, പങ്ക് എന്ന് വെച്ചാൽ കീച്ചട്, ചെളി. കീച്ചട് മേ ജന്മ ലേനെ വാല, ചെളിയിൽ ജനിക്കുന്ന ഒരുപാട് വേറെ ചെറിയ ചെറിയ ഓർഗാനിസംസും എല്ലാം ഉണ്ട്. പക്ഷേ പങ്കജ് എന്ന് പറയുമ്പം ചെളിയിൽ ജനിക്കുന്ന താമരയാണ് നമുക്ക് മനസ്സിൽ വരുന്നത്. പങ്കജ് അല്ലെ ജലജ്, ജൽമേ ജന്മ ലേനെ വാല, ജലജ്, അതെല്ലാം നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് താമരയാണ്. താമരയ്ക്കാണ് ആ വേർഡ് റൂഢായിട്ട് യൂസ് ചെയ്യുന്നത്. പങ്കജ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ താമരയാണ്. എങ്കിൽ യഥാർത്ഥത്തിൽ പങ്കജ് എന്ന് വെച്ചാൽ ചെളിയിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ, അങ്ങനെ വരുന്ന വേർഡ്സിനെയാണ് യോഗരൂഢ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളാണല്ലോ. നോക്ക്, റൂഢ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു വേർഡിനെ സ്പ്ലിറ്റ് ചെയ്യാൻ ഒക്കത്തില്ല, അത് അതിൽ തന്നെ പൂർണ്ണ അർത്ഥം ക്യാരി ചെയ്യുന്നു. അതിനെ സ്പ്ലിറ്റ് ചെയ്താൽ തന്നെ ഒരു മീനിങ്ങും വരത്തില്ല. യോഗിക് എന്ന് വെച്ചാൽ യോജിച്ചുണ്ടാവുന്ന, രണ്ട് വേർഡ്സ് യോജിച്ചുണ്ടാവുന്ന ഒരു സെപ്പറേറ്റ് വേർഡ്, അതിന് ആ മീനിങ് തന്നെയാണ്. പാഠശാല, റസോയി ഘർ, ദൂത് വാല. അതുപോലെ യോഗരൂഢ് എന്ന് വെച്ചാൽ രണ്ട് ശബ്ദങ്ങൾ ചേർന്ന് യോഗ ചെയ്തുണ്ടാവുന്നു, പക്ഷേ അതിൻ്റെ പ്രത്യക്ഷമായ മീനിങ് അല്ല, വേറൊരു മീനിങ് ആണ് നമ്മുടെ മനസ്സിൽ രൂഢിയായിട്ട് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. പരമ്പരയായിട്ട് നമ്മൾ കേട്ട് കേട്ട് നമ്മുടെ മനസ്സിൽ വേറൊരു ഇതാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ കുറേ എക്സാമ്പിൾസ് നമുക്ക് നോക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ഈ യോഗരൂഢ് വേർഡ്സിൽ ഫൺ എലിമെൻ്റ് ഉണ്ട് കേട്ടോ. നോക്കൂ, എ ഹോൾ ലോട്ട് ഓഫ് എക്സാമ്പിൾസ് ആർ ദെയർ. മോസ്റ്റ് ഓഫ് ദം റിലേറ്റഡ് ടു ഗോഡ്സ് ഇൻ ഹിന്ദു മിത്തോളജി. We'll start with Lord Ganesha because as per Hindu mythology, first Lord to be worshipped is none other than Lord Ganesha. ലോർഡ് ഗണേശയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള യോഗരൂഢ് വേർഡ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ലംബോധർ, ലംബോധർ മീനിങ് ലംബ അഥവാ ബഡാ ഉദർവാല. പക്ഷേ ലംബോധർ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്നത് ലോർഡ് ഗണേശയാണ്. ദെൻ സെയിം വേ ടു ഇൻവോക്ക് ലോർഡ് ഗണേശാസ് ബ്ലെസ്സിങ്സ് യു ചാൻറ്റ് ദിസ് മന്ത്ര, വക്രതുണ്ട് മഹാകായ സൂര്യകോട്ടി സമപ്രഭ. അതിൽ വക്രതുണ്ട് ഒരു യോഗരൂഢ് ശബ്ദമാണ്. വക്ര മീൻസ് കേർവ്ഡ്, വളഞ്ഞ തുമ്പിക്കൈയുള്ളവൻ, അതാണ് നമ്മുടെ മനസ്സിൽ. ഇറ്റ് ഈസ് ലോർഡ് ഗണേശ. ലോർഡ് കൃഷ്ണ ഹാസ് എ ഹോൾ ലോട്ട് ഓഫ് യോഗരൂഢ് ശബ്ദ് റിലേറ്റഡ് ടു ഹിം. മുരളീധർ, മുരാരി. മുരളീധർ എന്ന് പറയുമ്പോൾ മുരളി ധാരൻ കർണേവാല, അത് ആരായാലും മുരളീധറാണ്, പക്ഷേ നമുക്കത് കണ്ണനാണ്. सेम वे घनश्याम, घने बादलों जैसे श्याम अर्थात काले रंग वाला, മേഘങ്ങളെ പോലെ ഇരുണ്ട നിറമുള്ളവൻ, പക്ഷേ നമുക്കത് കൃഷ്ണനാണ്. വേറെ കറുപ്പ് നിറമുള്ള ഒരുപാട് പേരുണ്ട്, പക്ഷേ ഘനശ്യാം എന്ന് പറയുമ്പോൾ നമുക്കത് ലോർഡ് കൃഷ്ണ. കൃഷ്ണയെ നമ്മൾ ഗിരിധർ എന്നും വിളിക്കും. ഗിരി അർത്ഥാത് പർവ്വത്, ഗിരി കോ ധാരൺ കർണേ വാല. നമുക്കറിയാം ഗോവർദ്ധൻ പർവ്വതം ചെറുവിരലിൽ പൊക്കി കണ്ണൻ ആ ബ്രജപ്രദേശത്തിലെ പ്രജവാസികളെല്ലാം രക്ഷിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഗിരിധർ എന്ന യോഗരൂഢ ശബ്ദമായിട്ട് ചേർത്ത് നമ്മൾ വായിക്കും. കൃഷ്ണ ഭഗവാനാണ് ഗിരിധർ. സെയിം വേ ചതുരാനൻ, ചതുരാനൻ മീൻസ് ചാർ ആനൻ വാല, 4 മുഖമുള്ളവൻ, അത് ലോർഡ് ബ്രഹ്മ ദ ക്രിയേറ്റർ. ചക്രധർ, ചക്രധാരൺ കർണേ വാല,
means Lord Vishnu. നീലകണ്ഠ്, പിന്നെ ലോർഡ് ശിവ ഹാസ് ഗോട്ട് സോ മെനി നെയിംസ്. നീലകണ്ഠ്, ത്രിനേത്ര, ദിഗംബർ, ശൂലപാണി, ഇതെല്ലാം ലോർഡ് ശിവായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന യോഗരൂഢ വേർഡ്സാണ്. പിന്നെ ദശാനൻ, असुर രാജാവ് രാവണനെ നമ്മൾ 10 ആനൻ വാല, मतलब कि जिसका 10 മുഖ ഹോ, അത് ദശാനൻ. വീണാവാദിനി, സരസ്വതി ദേവി. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള യോഗരൂട്ട് വേർഡ്സ് ഉണ്ട്. ഇത്രയധികം എക്സാമ്പിൾസ് നമ്മൾ ഈ ഒരു പോർഷനിൽ ഡിസ്കസ് ചെയ്ത് ഇനി നിങ്ങളുടെ ടെക്സ്റ്റിലെ എക്സസൈസിലേക്ക് പോകാം. നോക്കൂ, നിങ്ങളുടെ ടെക്സ്റ്റിലെ തേർഡ് ക്വസ്റ്റ്യൻ, रूढ़ यौगिक और योग रूढ़ से क्या तात्पर्य है? വിത്ത് എക്സാമ്പിളാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് റൂഢ് എന്തുവാണെന്നും, റൂഢ് എന്തുവാണ്, ജോ ശബ്ദ सार्थक रूप से खंडित नहीं किया जा सकता और जिसका एक निश्चित अर्थ रूढ़ हो गया है, उन्हें रूढ़ शब्द कहते हैं. എക്സാമ്പിൾ ആങ്ക്, കാൻ, നദി, നാല, അതൊക്കെ തന്നെ എഴുതാം. അതുപോലെ യൗഗിക് എഴുതാം. അതുപോലെ യौगिक शब्द എന്തുവാണ്, यौगिक का अर्थ होता है जुड़ा हुआ, अर्थात वे शब्द जो 2 या 2 से अधिक शब्दों के मिलने से बने हों. എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കാം, പാഠശാല, रसोई घर, पान वाला, दूध वाला, അങ്ങനെ. ഇനി ലാസ്റ്റ് വൺ യോഗരൂഢാണ്. ऐसे शब्द जो यौगिक होने पर भी अपना सामान्य अर्थ छोड़कर विशेष अर्थ रखते हैं, जैसे പങ്കജ്, ജലജ്, മുരളീധർ, ലംബോധർ, അങ്ങനെ ഇഷ്ടം പോലെ എക്സാമ്പിൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. 7th ക്വസ്റ്റ്യൻ ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. വ്യുത്പത്തി की दृष्टि से निम्न शब्दों का वर्गीकरण कीजिए. അപ്പോൾ ഇതൊരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഗ്രാമറിൽ നാച്ചുറലി നിങ്ങൾക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. നമുക്കതൊന്ന് നോക്കാം. നോക്കൂ, പാനി, ഖാന, ആദ്യത്തെ 2 റൂഢ് വാക്കാണ്. അതിനെ സ്പ്ലിറ്റ് ചെയ്താൽ വേറെ മീനിങ് വരില്ല. പാ വേറെ നീ വേറെ ആയ ഒരു അർത്ഥവും ഇല്ല. ഖാനായും അതുപോലെ, അതിനെ സ്പ്ലിറ്റ് ചെയ്താൽ ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ഇല്ല. അങ്ങനത്തെ ഉള്ള വേർഡ്സാണ് റൂഢ്. അതുമാത്രമല്ല, പാനി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ റൂഢിയായിട്ട് നമ്മുടെ മനസ്സിൽ കാലാകാലങ്ങളിൽ വെള്ളം എന്നുള്ളൊരു ഇമേജ് വരും. ഖാനായും അതുപോലാണ്, ഭക്ഷണം. അപ്പോൾ ഇത് റൂഢാണ് 2. നെക്സ്റ്റ് വൺ ദൂത് വാല, പാഠശാല, വിദ്യാലയ, രാജ്പഥ്, ഘുഡ്സവാർ. ഇതെല്ലാം സ്പ്ലിറ്റ് ചെയ്താലും 2 വേർഡ്സും സെപ്പറേറ്റ് മീനിങ് ആയിട്ട് കിട്ടും. 2 വേർഡ്സ് ജോയിൻ ചെയ്താണ് ഇതുണ്ടായത്. ദൂത് പ്ലസ് വാല, അതുപോലെ തന്നെ പാട്ട് പ്ലസ് ശാല, അപ്പോൾ അത് യൗഗിക്കാണ്. വിദ്യ പ്ലസ് ആലയ, അങ്ങനെ പോന്നു. ദെൻ ലംബോദർ, പങ്കജ്, ചക്രപാണി, ജലജ്, മുരളീധർ, ഇതെല്ലാം യോഗരൂഢാണ്. യോഗരൂഢ് എന്ന് വെച്ചാൽ 2 വേർഡ്സ്, ലംബ, ജിസ്ക ഉദർ ലംബാ ഹോ, അതാണ് ലംബോദർ. പങ്ക് പ്ലസ് ജ, ചക്ര പ്ലസ് പാണി, അങ്ങനെയാണ്. പക്ഷേ മുരളി പ്ലസ് ധർ, അങ്ങനെയാണെങ്കിലും ആ ഒരു സെൻസ് അല്ല നമ്മുടെ മനസ്സിൽ വരുന്നത്. നമ്മുടെ മനസ്സിൽ മുരളീധർ എന്ന് പറയുമ്പം കൃഷ്ണനാണ് വരുന്നത്. ജലജ് എന്ന് പറയുമ്പം നമുക്ക് താമരയാണ് വരുന്നത്. അങ്ങനെ മനസ്സിൽ റൂഢിയായിട്ട് വേറൊരു മീനിങ് വരുന്നു. എങ്കിൽ ഈ വേർഡ് യോഗിക്കാണ്, ചേർന്നുണ്ടായതാണ്. അങ്ങനത്തെ വേർഡ്സിനെയാണ് യോഗരൂഢ് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് വേർഡ്സ് അല്ലെങ്കിൽ ശബ്ദവും കാ വർഗീകരൻ്റെ 2nd കാറ്റഗറിയാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്കുള്ളത് 2 കാറ്റഗറികളുണ്ട്. അതോടെ ഈ ചാപ്റ്റർ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യും. ഓക്കെ, അടുത്ത അപ്ലോഡിങ്ങിൽ കണ്ടുമുട്ടുന്നത് വരെ നന്ദി, നമസ്കാരം. Hello and welcome to yet another session of grammar learning. We were discussing about classification of words in the category Shabda Vichar. 2 types of classification നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. उत्पत्ति के आधार पर, അതുപോലെ തന്നെ ബനാവട്ട് യാ രചന കെ ആധാർ पर. ഈ 2 ക്ലാസിഫിക്കേഷനും നമ്മൾ പ്രീവിയസ് ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് 3ാമത്തെ കാറ്റഗറി ഓഫ് ക്ലാസിഫിക്കേഷനാണ് അർത്ഥ് കെ ആധാർ पर. അർത്ഥ് കെ ആധാർ पर വേർഡ്സിനെ, വാക്കുകളെ ഹിന്ദിയിൽ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബ്രോഡ് ക്ലാസിഫിക്കേഷൻ വാചക് ശബ്ദ്, ലാക്ഷണിക് ശബ്ദ് ആൻഡ് വ്യഞ്ജക് ശബ്ദ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. വാചക് ശബ്ദ് എന്ന് പറയുമ്പം ജിൻകാ एक मुख्य अर्थ होता है और उसे हम आसानी से समझ पाते हैं. ആ ഒരു വാക്ക് കേട്ടാൽ
നമുക്ക് വേറെ ഒന്നും കൺഫ്യൂഷൻ ഇല്ല. ആ വാക്കിൻ്റെ അർത്ഥം താനേ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും. അതിൻ്റെ ലിറ്ററൽ സെൻസ്, ആ വേർഡിൻ്റെ ലിറ്ററൽ സെൻസ് അത് കേട്ട പാടെ തന്നെ, ഇപ്പം നമ്മൾ രാം അതൊരു പയ്യൻ്റെ പേരാണെന്നും, അല്ലെങ്കിൽ ഗംഗ, മലയാളത്തിലാണെങ്കിൽ കസേര, മേശ എന്നൊക്കെ കേൾക്കുമ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം, ആ ഇമേജ് നമുക്ക് ക്ലിയറാണ്. ഓരോ ലാംഗ്വേജിലും ഓരോ വേർഡ്സിനും ഒരു പർട്ടിക്കുലർ മീനിങ് കാണുമല്ലോ. ലൈക്ക് മലയാളത്തിലാണെങ്കിൽ നമ്മൾ കസേര എന്ന് പറയുമ്പോൾ നമ്മൾക്കത് ചെയർ ആണെന്നുള്ളൊരു ഫീലിംഗ് പ്രഥമ ദൃഷ്ട്യാ തന്നെ മനസ്സിലാവും. അങ്ങനെ മനസ്സിലാവുന്ന വാക്കുകളെയാണ് വാചക് ശബ്ദ് എന്ന് പറയുന്നത്. അതിനെ വാച്യാർത്ഥം എന്നും പറയും. ആ വാചക് ശബ്ദ് യൂസേജിൽ വരുമ്പോൾ അതിനെ വാച്യാർത്ഥം എന്ന് പറയും. എന്ന് വെച്ചാൽ നമുക്കതിൽ പിന്നെ വേറെ കൺഫ്യൂഷൻ ഇല്ല. ആ വാക്ക് കേട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഗായ്, ഹിന്ദിയിൽ ഗായ് എന്ന് കേട്ടാൽ അത് പശുവാണ്, അതിന് വേറെ ഡൗട്ടൊന്നുമില്ല. ലിറ്ററൽ സെൻസ് ഓഫ് എ വേർഡ്, അതാണ് ഇൻ ഷോർട്ടായിട്ട് പറഞ്ഞാൽ. അതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ, അർത്ഥ് കെ ആധാർ പർ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും തോന്നാം അത് പിന്നെ എല്ലാ വേർഡ്സിനും എല്ലാ ലാംഗ്വേജസിനും ഓരോ മീനിങ് ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ അതിനെന്താണ് ഈ വാചക് ശബ്ദം എന്ന് എടുത്തു പറയുന്നത്? അത് നമ്മൾ ഈ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഡിസ്കസ് ചെയ്യുമ്പം കുറച്ചുകൂടെ ക്ലിയർ ആവും. നെക്സ്റ്റ് വൺ ലക്ഷക് ശബ്ദമാണ്, അല്ലെങ്കിൽ ലാക്ഷണിക് അർത്ഥ്. അതെന്താണെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിളിലൂടെ പറയാം വളരെ സിമ്പിളായിട്ട്. രാമു ഗധാ ഹെ എന്നുള്ളൊരു സെൻറ്റൻസ്. അപ്പോൾ ഇതിൽ നമുക്ക് രാമുവിൻ്റെ മീനിങ് എന്താ? ഒരു പയ്യൻ്റെ പേരാണെന്നറിയാം. ഗധ എന്ന് വെച്ചാൽ കഴുതയാണെന്നറിയാം. ഇവിടെ രാമു കഴുതയാണെന്നല്ല പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ സെൻറ്റൻസിൽ രാമു ഒരു പയ്യൻ്റെ പേരാണ്, ഗധ കഴുതയാണ്. ഗധ കഴുതയെ സൂചിപ്പിക്കുകയാണ്, നമുക്കത് മനസ്സിലായി. അതാണ് അതിൻ്റെ വാച്യാർത്ഥം. പക്ഷേ ആ സെൻറ്റൻസിൽ നമ്മൾ ഈ വാക്യത്തിൻ്റെ മീനിങ് എന്താണ് എടുക്കുക? രാമു ഒരു കഴുതയെ പോലെ സെൻസില്ലാത്തവനാണ്. ആ മീനിങ് ആണ് ലാക്ഷണികായിട്ട് നമ്മൾ എടുക്കുന്നത്. ഇവിടെ രാമു ശരിക്കും 4 കാലും വാലുമുള്ളൊരു കഴുതയാണെന്നല്ല ഉദ്ദേശിക്കുന്നത്. കഴുതയെ പോലെ ഒരു സ്റ്റുപ്പിഡാണ് രാമു എന്നാണ് നമ്മൾ ഈ വാക്കിൽ മനസ്സിലാക്കേണ്ടത്. അങ്ങനത്തെ വേർഡ്സിനെ, അതിൻ്റെ മീനിങ് ആ സെൻസിലെടുക്കുന്ന വേർഡ്സിനെയാണ് ലക്ഷക് ശബ്ദ് എന്ന് പറയുന്നത്. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. രാംലാൽ കി ബഹു എക്ദം ഗായ് ഹെ. രാംലാലിൻ്റെ ഡോട്ടർ ഇൻ ലോ എക്ദം ഗായ് ഹെ. ഗായ് എന്ന് പറയുമ്പം ഇവിടെ പശുവാണെന്നല്ല, രാംലാലിൻ്റെ ഡോട്ടർ ഇൻ ലോ ഒരു പശുവാണെന്നല്ല ഉദ്ദേശിക്കുന്നത്. ഗായനെ പോലെ വളരെ പാവം പിടിച്ചതാണ്, അങ്ങനെ ഒരു യൂസേജ് ഉണ്ട് ഹിന്ദിയിൽ. രാംലാൽ കി ബഹു എക്ദം ഗായ് ഹെ. അല്ലെങ്കിൽ ആരെങ്കിലും പറയുക ഉസ്കെ ബേട്ടെ തോ ഷേർ ഹെ. അവൻ്റെ മക്കളാണെങ്കിൽ ഷേറാണ്. ഷേർ എന്ന് പറയുമ്പോൾ ശരിക്കും ഷേറാണെന്നല്ല ഉദ്ദേശിക്കുന്നത്, നല്ല ബഹാദൂറാണ്, നല്ല ധൈര്യമുള്ളവരാണെന്നാണ് ഷേർ എന്ന് പറയുന്നത്. അല്ലേ ഒരു എക്സാമ്പിൾ പറയാം, രാജേഷ് കാ പുത്ര തോ ഊണ്ട് ഹോ ഗയാ ഹെ. രാജേഷിൻ്റെ മകൻ കണ്ടോ അങ്ങ് ഊണ്ടിനെ പോലെയാണ്. ഊണ്ട് എന്തുവാണ്? ക്യാമൽ. ഒട്ടകത്തെ പോലെ അങ്ങ് വളർന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ലാക്ഷണിക് ശബ്ദ്. അപ്പോൾ ലാക്ഷണിക് ശബ്ദ് എന്ന് പറയുമ്പോൾ വേ ശബ്ദ് जो किसी रूढ़ी के कारण या किसी प्रयोजन के लिए शब्द के मुख्यार्थ से संबंध किसी अन्य अर्थ का बोध कराता है. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു റൂഢി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. റൂഢി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ കാലാകാലങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു രീതി. കാലാകാലങ്ങളായിട്ട് നമ്മൾ കഴുത എന്നുള്ള ഒരു സെൻസിൽ മനുഷ്യരെ വിളിക്കും. രാമു കഴുത, നീ ഒരു കഴുതയാണ്. നമ്മളാണെങ്കിൽ മലയാളത്തിൽ നീ ഒരു പോത്താണ്, എരുമയാണെന്നൊക്കെ പറയും. നമ്മൾ മനുഷ്യർ എല്ലാ മൃഗങ്ങളെയും അപമാനിക്കും വളരെ സിമ്പിളായിട്ട്, അല്ലേ? ശ്യാം തൂത്തോ ഉള്ളു ഹെ അങ്ങനെ പറയും. വിഡ്ഢി എന്ന രീതിയിലാണ് ഹിന്ദിയിൽ ശ്യാം തൂത്തോ ഉള്ളു ഹെ എന്ന് പ്രയോഗിക്കുന്നത്. പക്ഷേ സായിപ്പന്മാർ ഉള്ളൂന് നല്ല സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. സായിപ്പന്മാരെ ആസ് വൈസ് ആസ് ആൻ ഔൾ എന്നാണ് പറയുന്നത്. ഹിന്ദിയിൽ അത് ഉള്ളു, ഗധ ഇതൊക്കെ നമ്മൾ സ്ഥിരം ലാക്ഷണികമായിട്ട് ഉപയോഗിക്കും. അപ്പോൾ അതാണ് ലാക്ഷണിക് ശബ്ദ്. നമ്മളിനി തേർഡ് ഡിവിഷനിലേക്ക് പോകാം. മൂന്നാമത്തെ അർത്ഥനെ ബേസ് ചെയ്തുള്ള വേർഡിൻ്റെ ഡിവിഷൻ വ്യഞ്ജക് ശബ്ദാണ്. ജിൻകാ ന മുഖ്യ अर्थ लिया जाता है न लाक्षणिक अर्थ, बल्कि जिनसे कोई गूढ़ या सांकेतिक अर्थ प्राप्त होता है. ഈ വ്യഞ്ജക് ശബ്ദിന്
മുഖ്യ അർത്ഥം എടുക്കില്ല, ലാക്ഷണിക അർത്ഥം എടുക്കില്ല. ഇത് രണ്ടും അല്ലാതെ ഏതോ ഒരു വേറെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുന്നതിനെയാണ് വ്യഞ്ജക് ശബ്ദം എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. उदाहरण के लिए यदि कुरुक्षेत्र से भाग कर आए व्यक्ति को देख कर कहा जाए तुम बड़े बहादुर हो. അപ്പോൾ എന്താണ് അതിൻ്റെ മീനിങ്? കുരുക്ഷേത്ര യുദ്ധത്തിൽ പേടിച്ചോടി തിരിച്ചു വരുന്ന ഒരു വ്യക്തിയോട് നമ്മൾ പറയുകയാണ് തും തോ ബഡേ ബഹാദൂർ ഹോ. അപ്പോൾ അവിടെ മുഖ്യാർത്ഥമല്ല, ലാക്ഷണികാർത്ഥമല്ല, ബഹാദൂർ ആണെന്നുള്ള മീനിങ് അല്ല. പിന്നെന്താണ്? നീ ഒരു വെറും ഒരു ഭീരുവാണെന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അതിന് നേരെ വിപരീത ഒരു അർത്ഥമാണ് അതിൽ വരുന്നത്. ബഹാദൂർ ആണെന്നുള്ള മീനിങ് അല്ല. തും തോ ബഡേ ബഹാദൂർ ഹോ എന്ന് പറയുമ്പോൾ നീ വെറും പേടിത്തൊണ്ടനാണല്ലോ. തും ഗധേ ഹോ എന്ന് പറയുമ്പോൾ ആ വ്യക്തി ആ കഴുതയുടെ അർത്ഥം വീഴുന്നുണ്ട്. പക്ഷേ തും ബഡേ ബഹാദൂർ ഹോ എന്ന് പറയുമ്പോൾ ഇവിടെ ആ സെൻസിലല്ല പറയുന്നത്, ബഹാദൂർ ആണെന്നല്ല ഉദ്ദേശിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് വെറും ഒരു ഭീരുവാണെന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഒരു എക്സാമ്പിളൂടെ പറയാം. വ്യഞ്ജക് ശബ്ദത്തിൽ അഗർ ആപ് കിസി ഹത്യാരെ സേ കഹേं വാഹ് ആപ്കി ദയാ കാ ക്യാ कहना. ഒരു കൊലപാതകിയുടെ അടുത്ത് നമ്മൾ പറയാണ്, ഓ താങ്കൾ വളരെ ദയാലുവാണല്ലോ, പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ പറയുമ്പോൾ അതിനർത്ഥം അദ്ദേഹം ദയാലുവാണെന്നല്ല, ഇത്രയും ക്രൂരത നിങ്ങളെ കൊണ്ട് പറ്റുമല്ലോ, നിങ്ങളെ കൊണ്ടേ പറ്റുള്ളൂ കേട്ടോ എന്നുള്ള മീനിങ്ങാണ് നമ്മൾ വ്യംഗ്യാർത്ഥമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് വ്യഞ്ജക് ശബ്ദ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അർത്ഥ കെ ആധാർ പർ 3 ഡിവിഷൻ. ഇൻ ഷോർട്ട് നമുക്ക് സമ്മറൈസ് ചെയ്യാം. നിങ്ങളുടെ ടെക്സ്റ്റിലെ എക്സസൈസിൽ 5th ക്വസ്റ്റ്യൻ ഇതിനെ ബേസ് ചെയ്താണ്. अर्थ के आधार पर शब्द भेद सोदाहरण समझाइए. എക്സാമ്പിൾ വെച്ച് പഠിച്ചാൽ നമുക്ക് പിന്നെ അത് മീനിങ് മറക്കില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ 2020 ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് പാർട്ട് ബിയിൽ സെയിം ക്വസ്റ്റ്യൻ വന്നിരുന്നു. अर्थ के आधार पर शब्दों के कितने भेद हैं. അപ്പോൾ ഒന്നുകൂടി ഒന്ന് നോക്കാം. अर्थ के आधार पर शब्दों के 3 भेद हैं, वाचक, लाक्षणिक और व्यंजक. वाचक शब्द क्या है? जिनका एक मुख्य अर्थ होता है जिसे सुगमता से समझ में आता है. ഒരു മുഖ്യ അർത്ഥം ഉണ്ട് ആ വേർഡിന്, അത് ഈസിലി നമുക്ക് മനസ്സിലാവും. ഏതെങ്കിലും വേർഡ് അത് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ മീനിങ് നമുക്ക് സുഗമമായി മനസ്സിലാകുക, അതിൻ്റെ ലിറ്ററൽ സെൻസ് പിടികിട്ടുക, അതാണ് വാചക് ശബ്ദ്. എക്സാമ്പിൾ രാം, ഗംഗ, നദി എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഗ്രാമറിന് എപ്പോഴും എക്സാമ്പിൾ കോട്ട് ചെയ്യണം. लाक्षणिक शब्द എന്താണ്? उससे मुख्य अर्थ का बोध नहीं होता, किसी रूढ़ी के कारण अन्य अर्थ का बोध होता है. മുഖ്യ അർത്ഥ അല്ല അവിടെ തെളിയുന്നത്. ഇപ്പോൾ രാമു ഗധ എന്ന് പറയുമ്പോൾ രാമു കഴുതയുടെ പോലെ ഒരു മൃഗമാണെന്നല്ല, പക്ഷേ കഴുതയുടെ പോലെ സെൻസില്ലാത്തവനാണ് രാമു എന്നാണ് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ഡിവിഷൻ വ്യഞ്ജക് ശബ്ദ് വേ ഹൈ ജിൻകാ ना तो मुख्य अर्थ लिया जाता है न लाक्षणिक, बल्कि जिनसे कोई रूढ़ अर्थ या सांकेतिक अर्थ लिया जाता है. വ്യഞ്ജക് ശബ്ദം എന്തുവാണ്? മുഖ്യ അർത്ഥം എടുക്കില്ല, ലാക്ഷണിക് അർത്ഥം എടുക്കില്ല, പക്ഷേ വേറെ ഏതെങ്കിലും ഗൂഢമായ ഒരു മീനിങ്ങിനായിരിക്കും ആ വാക്ക് ഉപയോഗിക്കുന്നത്. അതിനെയാണ് വ്യംഗ്യാർത്ഥം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ശബ്ദ വിചാറിൽ ശബ്ദോं का वर्गीकरण, അതിൻ്റെ 3rd വൺ ആണ് अर्थ के आधार पर वर्गीकरण. Hello and welcome to our grammar learning session. We have already discussed about Shabda Vichar and now we are coming towards the end of classification of words. In our previous videos we have already discussed about different branches of Hindi grammar, that is Vyakaran ke ang. In that we talked about Varna Vichar, Shabda Vichar and Vakya Vichar. And now we are coming towards the end of the Shabda Vichar, that is the classification of words, या फिर यूँ कहें शब्दों का वर्गीकरण. शब्दों के वर्गीकरण നമ്മൾ നേരത്തെ കണ്ടു. 4 टाइप्स ऑफ वर्गीकरण ആണ്. उत्पत्ति के आधार पर, बनावट या रचना के आधार पर, अर्थ के आधार पर, പിന്നെ ലാസ്റ്റ് വൺ പ്രയോഗ് കെ ആധാർ പർ. ഈ പ്രയോഗ് കെ ആധാർ പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രയോഗ് കെ ആധാർ പർ വേർഡ്സിനെ 2 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ വികാരി ശബ്ദ്,
സെക്കൻഡ് വൺ അവികാരി ശബ്ദ്. വികാരി അവികാരി എന്തുവാണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേർഡ്സ് അറിഞ്ഞിരിക്കണം. ഈ ചാർട്ട് അങ്ങനെ തന്നെ മെമ്മറൈസ് ചെയ്യണം. സംജ്ഞാ, സർവനാം, ക്രിയ, വിശേഷൻ, ക്രിയാവിശേഷൻ, സംബന്ധ ബോധക്, സമുച്ചയ ബോധക്, വിസ്മയാധിബോധക്. നോക്കൂ, നമ്മൾ വേർഡ്സിനെ പറ്റി പഠിച്ചു കഴിഞ്ഞു. വാക്കുകളുടെ ഉത്ഭവം, അതിൽ നമ്മൾ തത്സം, തദ്ഭവ, ദേശ, വിദേശി നോക്കി. പിന്നീട് നമ്മൾ റൂഢ്, യൗഗിക്, യോഗരൂഢ് അത് നോക്കി. പിന്നീട് വാചക്, ലക്ഷക്, വ്യഞ്ജക് ഇതെല്ലാം നോക്കിക്കഴിഞ്ഞു. ഇനി ഈ പാർട്സ് ഓഫ് സ്പീച്ചാണിത്. സംജ്ഞ, നൗൺ, സർവനാം, പ്രോനൗൺ, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇപ്പം നമ്മൾ ഇതിനെ ഹിന്ദി ടേംസാണ് നമ്മൾ ഫെമിലറൈസ് ആവേണ്ടത്. അതിന് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ 8 പാർട്സ് ഓഫ് സ്പീച്ചാണിത്. ഈ 8 നിങ്ങൾ മെമ്മറൈസ് ചെയ്യണം. സംജ്ഞ, സർവനാം, ക്രിയ, വിശേഷൻ, ക്രിയാവിശേഷൻ, സംബന്ധബോധക്, സമുച്ചയബോധക്, വിസ്മയാധിബോധക്. ഇനി ഫർദർ ചാപ്റ്റേഴ്സിൽ ഇതൊക്കെയാണ് ഓരോ ചാപ്റ്ററായിട്ട് പഠിക്കാനുള്ളത്. നൗൺ എന്തുവാണ്, പ്രോനൗൺ എന്തുവാണ്, ആഡ്ജക്റ്റീവ് എന്തുവാണ്, വേർബ് എന്തുവാണ്, ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ ഇനിയും പഠിക്കാനുള്ളത്. അതുകൊണ്ട് ഈ 8 മെമ്മറൈസ് ചെയ്യുക. ഇനി നമുക്ക് വികാരി ശബ്ദ് എന്തുവാണെന്ന് നോക്കാം. വികാരി ഇൻ ദ മീനിങ് ജിസ്മേ പരിവർത്തൻ ഹോത്താ ഹോ. ആ വേർഡ് യൂസ് ചെയ്യുമ്പം അതിൽ പരിവർത്തനം ഉണ്ടാവും, ചേഞ്ചസ് ഉണ്ടാവും. അങ്ങനത്തെ വേർഡ്സിനെയാണ് വികാരി ശബ്ദം എന്ന് പറയുന്നത്. നോക്കൂ, വളരെ സിമ്പിളാണ്. വികാരി വേർഡ് എന്ന് വെച്ചാൽ ആ വേർഡ് നമ്മൾ എവിടെയെങ്കിലും യൂസ് ചെയ്യുമ്പം ഹിന്ദി ലാംഗ്വേജിൽ സെൻറ്റൻസസിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൽ മാറ്റങ്ങൾ വരും ചില സിറ്റുവേഷനിൽ. ഏതൊക്കെ സിറ്റുവേഷനിലാണ്? ലിംഗ്, വചൻ, കാരക്. ലിംഗം, വചനം ഇതെല്ലാം മാറുന്ന അനുസരിച്ച് ഈ വേർഡിനും മാറ്റം വരും. അങ്ങനെ മാറ്റം വരുന്ന വേർഡ്സിനെയാണ് വികാരി ശബ്ദം എന്ന് പറയുന്നത്. നോക്കൂ, വളരെ സിമ്പിളാണ്. വികാരി ശബ്ദം എന്ന് വെച്ചാൽ എന്തുവാണ്? ഈ വേർഡ്സിനെ നമ്മൾ സെൻറ്റൻസായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് ലിംഗം ജെൻഡർ മാറുന്ന അനുസരിച്ച് ഈ വേർഡ്സിനും മാറ്റം വരുന്നു. ഇപ്പം നമ്മളൊരു എക്സാമ്പിളിലൂടെ പോവാം. ഇപ്പം ലഡ്ക പഠിത്താ ഹേ. ഓക്കെ, ലഡ്ക നമുക്കറിയാം ഒരു നാമമാണ്, ഒരു നൗണാണ്. അത് ലിംഗം മാറുന്ന അനുസരിച്ച് അതിന് മാറ്റം വരും. പുള്ളിംഗിന് സ്ത്രീലിംഗ് ഉദ്ദേശിക്കുമ്പോൾ ലഡ്ക ലഡ്കിയായി മാറും. അതുപോലെ പ്ലൂറൽ വചൻ മാറുമ്പോൾ ഏകവചൻ, ബഹുവചനം, ഏകവചനം ബഹുവചനം പഠിച്ചിട്ടുണ്ടല്ലോ, അതാണ് ഈ വചൻ. അത് പ്ലൂറൽ ആവുമ്പോഴും ഈ ലഡ്ക എന്ന വേർഡിന് മാറ്റം വരുന്നു. ലഡ്ക ലഡ്കയായി മാറുന്നു. ഓക്കെ, ഇങ്ങനെ മാറ്റം വരുന്ന വേർഡ്സിനെയാണ് വികാരി ശബ്ദം എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ മെമ്മറൈസ് ചെയ്യുന്ന ഈ 8 ടേംസ് ഇല്ലേ, അതിൽ ആദ്യത്തെ 4 വികാരിയാണ്. ലൈക്ക് സംജ്ഞ, സർവനാം, ക്രിയ, വിശേഷൻ, നൗൺ, പ്രോനൗൺ, വേർബ്, ആഡ്ജക്റ്റീവ്. ഈ 4 വികാരിയാണ്. എന്നുവെച്ചാൽ ഈ നൗണിനും പ്രോനൗണിനും എല്ലാം നമ്മൾ ഹിന്ദിയിൽ സെൻറ്റൻസസിൽ പ്രയോഗിക്കുമ്പം ലിംഗം മാറുന്നതനുസരിച്ച് അല്ലെങ്കിൽ വചനം മാറുന്നതനുസരിച്ചൊക്കെ ഇതിന് ടെൻസ് മാറുന്നതനുസരിച്ചൊക്കെ ഇതിന് മാറ്റം വരും. അങ്ങനത്തെ വേർഡ്സാണ് വികാരി. ഓക്കെ, ഇനി അവികാരി എന്താണ്? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ये शब्द प्रयोग के समय किसी भी स्थिति में परिवर्तित नहीं होते. ഈ അവികാരി ശബ്ദം എന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഇതിൽ മാറ്റം വരത്തില്ല, ഒരു പരിവർത്തനവും വരത്തില്ല. വികാരിയുടെ നേരെ ഓപ്പോസിറ്റ്, ഒരു വികാരവും വരത്തില്ല. അതാണ് അവികാരി ശബ്ദ്. അപ്പം നമ്മൾ മെമ്മറൈസ് ചെയ്ത 8 ടേംസ് ഉണ്ടല്ലോ, അതിൽ താഴത്തെ 4 5, 6, 7, 8 ആ 4 അവികാരി കാറ്റഗറിയിൽ വരും. ക്രിയാവിശേഷൻ, സംബന്ധബോധക്, സമുച്ചയബോധക്, വിസ്മയാധിബോധക് ഇതെല്ലാമാണ് അവികാരിയിൽ വരുന്നത്. ഈ പേരുകൾ കേട്ടൊന്നും ഞെട്ടണ്ട, ഇതൊക്കെ വെറും സിമ്പിൾ കാര്യങ്ങളാണ്. സംബന്ധബോധക്കൊക്കെ കണക്റ്റിംഗ് വേർഡ്സാണ്. 2 സെൻറ്റൻസസ് കണക്ട് ചെയ്യുന്ന വേർഡ്സിനെയൊക്കെയാണ് ഈ പറയുന്നത്. അതുപോലെ വിസ്മയാധിബോധക്, നമ്മൾ എക്സ്ക്ലമേറ്ററി ആയിട്ട് പറയത്തില്ലേ, വാഹ് ക്യാ ബാത് ഹേ, അതൊക്കെ ഉള്ളൂ. ഈ വേർഡ്സിൽ ഗ്രാമറിൽ ഇതിൻ്റെ പേരൊക്കെ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നേ ഉള്ളൂ, കടിച്ചാൽ പൊട്ടാത്ത. അത് നിങ്ങൾ മെമ്മറൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിതങ്ങ് വഴങ്ങും. ഇപ്പോൾ ഇതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു എക്സാമ്പിൾ പറയാം. ലൈക്ക് വിസ്മയാധിബോധക്കിൽ നമ്മൾ വാഹ് രാമു ക്യാ ബാത് ഹേ,
ആ വാ എന്ന വേർഡാണ് വിസ്മയാദിബോധക്. അതിനിയിപ്പം ലിംഗം മാറി രാമു അല്ല സീതയായാലും വാ സീത ക്യാ ബാത്ത് ഹെ, ആ വായ്ക്കൊരു മാറ്റവും വരത്തില്ല. മനസ്സിലായോ? അതാണ് അവികാരി ശബ്ദ്. അവിടെ ലിംഗമാറ്റം വരുന്നു, അല്ലെങ്കിൽ വചനം മാറുന്നു, ജെൻഡർ മാറുന്നു, സിംഗുലർ പ്ലൂറലായിട്ട് മാറുന്നു, എന്തായിരുന്നാലും ഈ വാഹ് എന്ന വേർഡിന് ഒരു മാറ്റവും വരത്തില്ല. അരേ, ഹേ ഈശ്വർ, അതിനെല്ലാം ലിംഗം മാറിയാലും എന്ത് മാറിയാലും ആ എക്സ്ക്ലമേറ്ററി വേർഡ്സിന്, വിസ്മയം കൊണ്ട് പറയുന്ന ആ വേർഡ്സിന് ഒരിക്കലും മാറ്റം വരത്തില്ല. ഇപ്പോൾ ക്ലിയർ ആയല്ലോ? അതുപോലെ ഈ 4 ക്രിയാവിശേഷൻ. ഇപ്പോൾ ക്രിയാവിശേഷൻ എന്തുവാ? ക്രിയ നമുക്കറിയാം, ഒരു ഡൂയിങ് വേർഡാണ്, വേർബ്. വിശേഷൻ എന്ന് വെച്ചാൽ വിശേഷിപ്പിക്കുന്നത്, ആഡ്ജക്റ്റീവ്. ഇപ്പോൾ ക്രിയാവിശേഷൻ എന്ന് പറയുമ്പോൾ ആഡ് വേർബാണ്. ദാറ്റ് വിച്ച് ഡിസ്ക്രൈബ്സ് എ വേർബ്. ഒരു ക്രിയ നടക്കുന്നു, ഒരു ആക്ഷൻ നടക്കുന്നു, ആ ആക്ഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്, ലൈക്ക് ചലന, നമ്മൾ നടക്കുക, അതിനെ എങ്ങനെ നടക്കുന്നു? ധീരെ ധീരെ ചലന. ഓക്കെ, അപ്പോൾ ഈ ധീരെ ധീരെയാണ് ഇവിടെ ക്രിയാവിശേഷൻ. ഇവിടെ ക്രിയ ചലനയാണ്, നടക്കുന്നു. എങ്ങനെ നടക്കുന്നു? അതിനെ എങ്ങനെ വിശേഷിപ്പിക്കുന്നു? ധീരെ ധീരെ ചലന. അതിനിപ്പം ലഡ്ക ധീരെ ധീരെ ചലത്താ ഹെ എന്ന് പറഞ്ഞാലും ധീരെ ധീരയിൽ ഒരു മാറ്റമില്ല. ലഡ്ക്കി ധീരെ ധീരെ ചലത്തി എന്ന് പറഞ്ഞാൽ ആ ധീരെ ധീരെ എന്നുള്ള വേർഡിന് ഒരു മാറ്റമില്ല. ലഡ്ക്ക ആയാലും ലഡ്ക്കി ആയാലും, ലഡ്ക്കെ പ്ലൂറലിൽ പറഞ്ഞാലും ലഡ്ക്കെ ധീരെ ധീരെ ചലത്തെ, എല്ലാം ധീരെ ധീരയിൽ ഒരു മാറ്റമില്ല. അങ്ങനത്തെ വേർഡ്സിനെയാണ് അവികാരി ശബ്ദം എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ശബ്ദവിചാർ എന്ന ചാപ്റ്ററിൽ നമ്മൾ ശബ്ദവും കാ വർഗീകരൺ പഠിച്ചതിൽ വി ആർ കമ്മിങ് ടു ആൻ എൻഡ്. 4 വർഗീകരൺ, ക്ലാസിഫിക്കേഷൻ ഓഫ് വേർഡ്സ് 4 ടൈപ്പ് ഉള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളൊന്ന് വൈൻഡപ്പ് ചെയ്യാം. പ്രയോഗ് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന രീതിയിൽ ഉള്ള ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്? എത്ര ടൈപ്സാണ്? 2 ടൈപ്സാണ്, വികാരിയും അവികാരിയും. വികാരിയിൽ 4 ഉണ്ട്. അതാ സംഖ്യ, സർവനാം, ക്രിയ, വിശേഷൻ. അവികാരിയിൽ 4 ഉണ്ട്. ക്രിയാവിശേഷൻ, സംബന്ധബോധക്, സമുച്ചയബോധക്, വിസ്മയാദിബോധക്. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റിലെ എക്സസൈസ് നോക്കാം. 6th ക്വസ്റ്റ്യൻ, വികാരി और അവികാരി ശബ്ദോं का परिचय दीजिए. അപ്പോൾ എന്താണ്? സിമ്പിളായിട്ട് പറഞ്ഞാൽ വികാരി വേ ശബ്ദ ഹെ ജിൻമേ പ്രयोग के समय लिंग, वचन, कारक, काल आदि के आधार पर परिवर्तन हो जाता है. ऐसे शब्दों को विकारी शब्द कहते हैं. संज्ञा, सर्वनाम, क्रिया, विशेषण അത് അതിൽ വരും. अविकारी शब्द क्या है? वे शब्द जिनका रूप प्रयोग के समय किसी भी स्थिति में परिवर्तित नहीं होता, उन्हें अविकारी शब्द कहते हैं. അതിൽ ഏതൊക്കെ വരും? ക്രിയാവിശേഷൻ, സംബന്ധബോധക്, സമുച്ചയബോധക്, വിസ്മയാദി ബോധക്. So here we come to an end of this chapter Shabda Vichar. Okay.